بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا ومولانا محمد وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ, അല്ലാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ ക്ലാസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഈമാനും യഖീനും അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും വർദ്ധിക്കുകയും അതുമൂലം നമ്മുടെ അമലുകളിൽ അല്ലാഹു നമുക്ക് വർധനവ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഖുർബ്, അല്ലാഹുവിൻ്റെ സാമീപ്യം അള്ളാഹു അനുഭവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അസ്മാഉകളുടെ ക്ലാസ്സിൽ ഏകദേശം ഇപ്പോൾ 95 ഇസ്മുകളായി കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പം ഇനി 5 ഇസ്മു കൂടെയാണ് ബാക്കിയുള്ളത്. ഇന്ന് അൽ ഖവിയുൽ മതീനു സുബ്ഹാന, സർവശക്തിമാനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഇസ്മുകൾ കൂടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ഒരു സമ്മർ ബ്രേക്കിൻ്റെ മുമ്പായിട്ട് തന്നെ അസ്മാഉകളുടെ ക്ലാസ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇസ്മുകളിൽ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്മാണ് അൽ ഖവിയു അൽ മതീനു സുബ്ഹാന. ഖുവ്വത്തും മതാനത്തും ഏകദേശം ഒരേ അർത്ഥം, ഏകദേശം അതിന് ബന്ധമുണ്ട്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ശക്തിയാണ്, കരുത്താണ്. മതാനത്ത് എന്ന് പറഞ്ഞാൽ ആ കരുത്തിനെ സംബന്ധിച്ചാണ് മതാനത്ത് എന്ന് പറഞ്ഞാൽ. കഴിവുണ്ട്, കഴിവ് അതിശക്തമായ കഴിവാണ്. അപ്പോഴാണ് അതിന് മതീൻ എന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇസ്മുകളിൽ ചിലത് റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് അള്ളാഹുവിൻ്റെ ജലാലുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ലത്തീഫാണ്, അള്ളാഹു തആല പുറത്തു തരുന്നവനാണ്, അള്ളാഹു മാപ്പാക്കുന്ന അഫുവാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ജലാൽ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് അൽ ഖവിയ്യു സുബ്ഹാന, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹോന്നതമായ റബ്ബിൻ്റെ വിശേഷണമാണ്. അള്ളാഹു മഹോന്നതനാണ്. അതുകൊണ്ടാണ് ജലാലും ജമാലും അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറയാൻ കാരണം. ജലാലിൻ്റെ സിഫത്തുകൾ അല്പം ഭയപ്പെടുത്തുന്ന സിഫത്തുകളാണ്. ഷദീദുൽ ഇഖാബാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഖഹാറാണ് അല്ലാഹു തആല. അൽ മാനിഉ സുബ്ഹാന, അല്ലാഹുവിനെ തടഞ്ഞു വെക്കാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദാറു സുബ്ഹാന, എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നമുക്ക് വരുത്തണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ വേണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, അല്ലാഹു ഇതിന് കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിൻ്റെ ജലാലാണത്. പിന്നെ റബ്ബിൻ്റെ ജമാലാണ്, റഊഫാണ്, റഹീമാണ് എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ജമാലാണ്. അതാണ് തബാറക ഇസ്മു റബ്ബിക്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ പരിശുദ്ധമാണ്. ദിൽ ജലാലി വൽ ഇക്റാം, പരിശുദ്ധിയും മഹത്വവും ഉടയവനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ജലാലും ജമാലും ഒരുമിച്ച് കൂടിയ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ പെണ്ണുങ്ങൾ അറിയാതെ അവരുടെ കൈവിരൽ മുറിച്ചുപോയി. ആപ്പിൾ കൊടുത്തപ്പോഴേ കൈവിരൽ മുറിച്ചുപോയി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അനുഭവം എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാൽ കണ്ടിട്ട് ഉണ്ടാവാതിരുന്നത് എന്ന് ചോദിച്ചാൽ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റേത് ജമാൽ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാലും ജലാലുമാണ്.
അതുകൊണ്ടാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത്, മാ കുൻതു അസ്തതിഉ അൻ അംലഅ ഐനി ബിന്നദരി ഇലാ വജ്ഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ കണ്ണ് നിറക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. വല ഇൻ സുഇൽതു അൻ അസിഫഹു ലം അസ്തതി'. നബി തങ്ങളെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ആ മുഖം വെറും ഒരു സൗന്ദര്യം മാത്രമല്ല, ഗാംഭീര്യവും അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ജലാലും ജമാലുമുണ്ട്. ജമാല് മാത്രമുണ്ടായിരിക്കുമ്പോഴുള്ള അനുഭവമല്ല, ജലാലും ജമാലും ഒരുമിച്ച് കൂടുമ്പോൾ, ഭംഗിയും അതുപോലെ തന്നെ ഗാംഭീര്യവും വഖാറും ഒരുമിച്ച് കൂടുമ്പോൾ, അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഖവിയാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ജനാബിലേക്ക് നമ്മൾ അടുക്കും. ഇപ്പോൾ നമ്മളൊക്കെ അതിശക്തനായ ഒരാൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദുർബലരായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, നമുക്ക് പ്രയാസം വരും, അവർ പറയും എനിക്ക് സഹായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അവർക്ക് സിമ്പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ഖവിയായൊരു മനുഷ്യൻ, ശക്തനായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഖ്വൽ അഖ്വിയ, ശക്തിമാന്മാരിൽ ഏറ്റവും ശക്തിയുള്ളവനാണല്ലോ അല്ലാഹു ജല്ല ജലാലു. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ഉമ്മയും വാപ്പയും ഇല്ലാതെ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നത്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു മാതൃത്വത്തിൻ്റെ അനുഭവമില്ലാതെ സയ്യിദത്തുന ഹവ്വാ ബീവിയെ പടക്കുന്നത്. ഒരു പിതാവില്ലാതെ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാമിനെ പടച്ചത്. പിന്നെ പിതാവും മാതാവും ഒക്കെ ഉണ്ടായി. യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ സൃഷ്ടിപ്പും അള്ളാഹു നടത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഖൽഖാണ്, റബ്ബിൻ്റെ സൃഷ്ടിപ്പാണ്. നമ്മുടെ മനുഷ്യ ശരീരം, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു ആപ്തവാക്യമുണ്ട്. ഹദീഥാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, ശരീരം അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റും. ശരീരം അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, രക്തം നമ്മുടെ ശരീരത്തിലൂടെ ഓരോ കൊച്ചു ധമനിയിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൻ്റെ ഡിസ്റ്റൻസ്, ദൂരം നോക്കിയാൽ 12,000 കിലോമീറ്ററാണെന്നാണ്. ആൾക്കാർ പറയും ന്യൂയോർക്കിൽ നിന്ന് പാരീസിലേക്ക് റൗണ്ട് ട്രിപ്പ് അടിക്കാൻ പറ്റുന്നു, വന്നിട്ട് തിരിച്ചു പോകുന്ന ദൂരമാണ്. 12,000 കിലോമീറ്റർ നമ്മുടെ ശരീരത്തിൽ രക്തം ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം ധമനികളുടെ യാത്രയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഞരമ്പുകളൊക്കെ ഒന്ന് എടുത്തിട്ട് ശരീരത്തിൻ്റെ കാല് മുതൽ തലച്ചോറ് വരേക്കും ധമനികളുണ്ട്, കൊച്ചു കൊച്ചു ഞരമ്പുകളുണ്ട്. ഇത് മുഴുവനും അങ്ങ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെ മൊത്തത്തിൽ ഒരു 4 തവണ റൗണ്ട് ചെയ്യാൻ മാത്രമുള്ള സാധനം നമ്മുടെ ഒരു ബോഡിയിലുണ്ടെന്നാണ്. ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ അജായിബ് ഖുദ്റത്തില്ലാഹി സുബ്ഹാന, ഇത്രയും മനുഷ്യ ശരീരത്തെ അത്ഭുതകരമായി സൃഷ്ടിച്ച അള്ളാഹു ജല്ല ജലാലു. നമ്മുടെ ഹൃദയം, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ശരീരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ലിവർ, 500-ലേറെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണത്. 500-ലേറെ ഫങ്ഷൻ ലിവർ മാത്രം ചെയ്യുന്നുണ്ട്. 500-ലേറെ ഫങ്ഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്. അതൊക്കെ മനുഷ്യനതിനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ പരിമിതിയുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് പോലെ അല്ലല്ലോ അത്. അൽ ഖവി സുബ്ഹാന. ജീവനും മരണവും അള്ളാഹു ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ അറിയാതെ കുറേ ചെടികൾ നശിച്ചു പോകുന്നു, പുതിയത് മുളക്കുന്നു. കുറേ ജീവികൾ ചത്തുപോകുന്നു, പുതിയവ ജനിക്കുന്നു. മനുഷ്യർ മരിച്ചു പോകുന്നു, കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൽ പലതും പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു കഴിവിനെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഈമാൻ പൂർത്തിയാവുന്നത്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അൽ ഖുദ്റത്തുൽ മുത്ലഖ, അതിരുകളില്ലാത്ത കഴിവിനാണ് അൽ ഖുദ്റത്തുൽ മുത്ലഖ എന്ന് പറഞ്ഞാൽ. ഇസ്രാ മിഅ്റാജിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ ബന്ധപ്പെടുത്തി ഇസ്രാ മിഅ്റാജ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചത്? മനുഷ്യ ശരീരം എങ്ങനെ പോവേ? ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ ഇതിന് എത്ര ട്രെയിനിങ് ചെയ്യണം? ഒരു സ്കൈ ഡൈവിങ് ചെയ്യണമെങ്കിൽ ഒരുപാട് ട്രെയിനിങ് ചെയ്യണം. പെട്ടെന്നൊന്നും അങ്ങ് താഴേക്ക് വരാൻ പറ്റില്ല. ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുക, അങ്ങനെ ചാടുക.
അതൊന്നും പ്രായോഗികമല്ല. സുബ്ഹാനല്ലാഹ്. സാധാ പാസഞ്ചർ ഫ്ലൈറ്റിൽ നിന്ന് സ്കൈ ഡൈവിങ് ചെയ്യാൻ പറ്റില്ല. സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കൊച്ചു ചെറിയ ഫ്ലൈറ്റുകളാണ് പോവുക. അതുകൊണ്ടാണ് വലിയ ഫ്ലൈറ്റിലൊന്നും പാരച്യൂട്ട് കൊടുക്കാത്തതെന്ന്. ഫ്ലൈറ്റിന് എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചാൽ ആകാശത്ത് നിന്ന് എല്ലാവർക്കും ഒരു പാരച്യൂട്ട് കൊടുത്ത് ഇറക്കിയാൽ പോരെ. ഒരു വലിയ ഫ്ലൈറ്റ് ഇത് ചെയ്യൂല. ഒന്ന്, ഈ സ്കൈ ഡൈവ് ചെയ്യുന്ന ഫ്ലൈറ്റിനേക്കാളും 6 ഇരട്ടി സ്പീഡിലാണ്, അല്ലെങ്കിൽ 9 ഇരട്ടി സ്പീഡിലായിരിക്കും വലിയ ഫ്ലൈറ്റുകൾ പോകുന്നത്. മണിക്കൂറിൽ 900-950 കിലോമീറ്റർ വരെ സ്പീഡിൽ പോവുകയാണ്. ഫ്ലൈ ഡൈവ് ചെയ്യുന്ന സാധനം പോകുന്ന 150 കിലോമീറ്റർ സ്പീഡേ പോവുള്ളൂ. അത് ഡൈവിങ്ങിന് മാത്രം സജ്ജമാക്കുന്നു. സാധാ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഓടിയ ആ സ്പീഡിൽ അപ്പോഴേക്കും വിങ്ങിൻ്റെ ആ ഒരു ഫാനിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യൻ പോകും, ചിതറി പൊടിയായി പോകും. അല്ലെങ്കിൽ ബാക്കിലെ ടൈലിൽ മനുഷ്യൻ പോയി അടിച്ചു കളയുന്നതാണ്. പിന്നെ 5000 ഫീറ്റിൽ നിന്നും അത്രയും മാക്സിമം സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന 14000 ഫീറ്റ് ഹൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഇത്രയും ഹൈറ്റ്, അതിൻ്റെ സ്പീഡ്, അതൊക്കെ വലിയ വലിയ ഘടകങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ഡിപ്പാർച്ചർ, ഭൂമിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെ ഖുബ്ബത്തു സുഹ്റയുടെ പാറയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു, അവിടെ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണെന്നറിയോ? സുബ്ഹാനല്ലദീ അസ്റാ. അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇസ്രാ മനസ്സിലാവും. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇസ്രാ മനസ്സിലാവില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി. അള്ളാഹു കൊണ്ടുപോയത്, നിങ്ങളാരും കൊണ്ടുപോയ കഥയല്ല അള്ളാഹു പറഞ്ഞു. അള്ളാഹ് കൊണ്ടുപോയി എന്ന്. തങ്ങൾ പോയി എന്നല്ല പറഞ്ഞത്, സറൈതു എന്നല്ല, തങ്ങൾ അസ്റാ. അള്ളാഹു ഹബീബിനെ റബ്ബ് കൊണ്ടുപോയി. സുബ്ഹാന, അള്ളാഹുവിൻ്റെ കഴിവ് പരിശുദ്ധമല്ലേ, അള്ളാഹുവിൻ്റെ കഴിവ് ഭയങ്കരല്ലേ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് മുഅ്മിനീങ്ങൾക്കില്ല. മുഅ്മിനീങ്ങൾക്കത് വിശ്വസിക്കാൻ എന്തുകൊണ്ട് ഭാരമില്ല? അത് ചെയ്തത് അൽ ഖാദിറുൽ മുഖ്തദിർ അൽ ഖവിയുൽ മതീനായ അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ്. ഏത് സ്പീഡിലും, ഏത് വെലോസിറ്റിയിലും, ഏത് ക്ലൈമറ്റിലും. ഇപ്പോൾ വലിയ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചാടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാ പാസഞ്ചർ ഫ്ലൈറ്റിൽ നാട്ടിൽ പോകുന്ന ഫ്ലൈറ്റേ, അതിനൊക്കെ ചാടിയ ശ്വാസം കിട്ടാതെ മരിക്കുന്നത്. കാരണം -30 ഡിഗ്രിയൊക്കെ കയറി തണുപ്പായിരിക്കും. ആകാശത്ത് മേലോട്ട് ചെല്ലും തോറും തണുപ്പ് കൂടുതലാണ്. അത് വലിയൊരു അത്ഭുതമാണ്. ദൂരം സൂര്യനിലേക്ക് കുറയും തോറും തണുപ്പ് കൂടും. സൂര്യനിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചൂട് കൂടുതലാണ്. ഒന്നുമില്ല, ഭൂമിയിലേക്ക് വെളിച്ചം തട്ടി ഭൂമി ചൂടാവുകയാണ്. മറ്റേത് ടോർച്ച് കടന്നു പോകുന്ന പോലെ വെളിച്ചം കടന്നു പോകുന്നേ ഉള്ളൂ. ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ അതിൻ്റെ വലിയ ഫ്ലൈറ്റിലൊക്കെ കാണിക്കും എത്രയാണ്, -14, -15, -9, -30 വരെയൊക്കെ മൈനസിലായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊന്നും ചാടിയ ശ്വാസം കിട്ടില്ല, മരിച്ചു. അപ്പോൾ ഈ ചാട്ടത്തിന് പോകുന്ന ഫ്ലൈറ്റ് വേറെയാണ്. ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. മനുഷ്യ ശരീരം ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്യണ്ടേ. മനുഷ്യരിൽ എന്തെല്ലാം കഴിവുള്ള, നമ്മുടെ ചില ഈ ബോക്സിങ്, അതുപോലെ തന്നെ റെസ്ലിംഗ് കളികളൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നില്ലേ? എന്താ മനുഷ്യന്മാരുടെ കഴിവ്? എത്ര വലിയ വെയിറ്റാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ കഴിവിൻ്റെ 60% മനുഷ്യന് പൊക്കാൻ കഴിയുള്ളൂ എന്നാ. നമുക്ക് ഉള്ള കപ്പാസിറ്റിയുടെ 60%. 100% നമുക്ക് കിട്ടിയ കഴിവ് നമ്മൾ എടുത്തിട്ട് അതിന് തത്തുല്യമായത് പൊക്കാൻ നിന്നാൽ നമ്മുടെ എല്ല് മുറിഞ്ഞു പോകും. 60% വരെ എടുക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് എടുക്കാൻ ബോഡി സമ്മതിക്കില്ല. സുബ്ഹാനല്ലാഹ്. ഓടുന്നവർ, എത്ര സ്പീഡിൽ ഓടുന്ന മനുഷ്യന്മാരുണ്ട്, എത്ര സ്പീഡിൽ നീന്തുന്നവരുണ്ട്. ഏതെല്ലാം ജിംനാസ്റ്റിക്കിൽ, ബൈക്കിലൊക്കെ കണ്ടിട്ടില്ലേ, നേരങ്ങ് പോയിട്ട് റോൾ ചെയ്ത് ഉരുണ്ട് മറിഞ്ഞിട്ട് താഴേക്ക് പൂച്ച വീഴുന്ന പോലെ ആ ബൈക്കിൻ്റെ ടയർ വീഴും ചെയ്യും. ഇതൊക്കെ എത്ര തവണ പ്രാക്ടീസ് ചെയ്ത് അതിൽ എത്ര അപകടം പറ്റി, എത്ര ആൾ മരിച്ചു വീഴുണ്ടാവും നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു റേസിംഗ് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന വാഹനം, അതിൻ്റെ സ്പീഡ്, കർവുകൾ, ബ്രേക്കിംഗ്, ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി എത്ര മൈക്രോ സെക്കൻഡ് കൊണ്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. മനുഷ്യർക്കല്ല ഈ കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിന് ഈ കപ്പാസിറ്റി അത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രം. സുബ്ഹാനക യാ റബ്ബ്. മനുഷ്യ ശരീരത്തിന് ഈ ചിലരൊക്കെ ഫ്ലെക്സിബിലിറ്റി ഒരു കൊട്ടയിലേക്ക് ഇങ്ങനെ കൂട്ടിയിടാൻ പറ്റും. വളഞ്ഞിട്ട് കാലും ബോഡിയൊക്കെ പുളഞ്ഞിട്ട് ഒരു മടക്കിയിട്ട് റോളാവാൻ പറ്റുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. എന്തെല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടോ? സുബ്ഹാനക യാ റബ്ബ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം. ഇത് മനുഷ്യ ശരീരത്തിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. ആന്തരികമായി നമ്മൾ കാണുന്നതും കാണാത്തതുമായ സിദ്ധികൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അള്ളാഹു അൽ ഖവിയുൽ മതീൻ സുബ്ഹാന. ഇതൊക്കെ
നശ്വരമായ ഏതാനും വർഷങ്ങളെ കൊണ്ട് തീർന്നു പോകുന്ന അവസാനിക്കുന്ന ഒരു ശരീരം. എല്ലാ 7 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങളും നമ്മൾ മാറുന്നുണ്ടെന്നാണ്. നമ്മുടെ ശരീരം നമ്മൾ തന്നെ മാറുന്നുണ്ടെന്ന്, റിഫ്രഷ് ആവുന്നുണ്ടെന്നാണ് ഓരോ 10 ദിവസം കഴിയുമ്പോഴും. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയത് അവയെ അള്ളാഹു റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയുന്നു പോലുമില്ല. ഇങ്ങനെ മനുഷ്യ ശരീരത്തെ അജയ്യമായിട്ട് അള്ളാഹു പടച്ചിരിക്കുകയാണ്. സുബ്ഹാനക യാ റബ്ബ് അൽ ഖവി. പിന്നെ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഇപ്പോൾ പർവ്വതങ്ങളുടെ 1/3 ഭൂമിക്ക് മുകളിലുള്ളതെന്നാണ്. ഹിമാലയം, നമ്മൾ ആലോചിക്കുക, ഹിമാലയ പർവ്വതങ്ങൾ 10-12 കിലോമീറ്ററോളം ഹൈറ്റ് വരും അതിന്. അങ്ങനെ വന്നാൽ അതിൻ്റെ 2 ഇരട്ടി ഭൂമിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വേരുകളുണ്ടെന്നാണ്. 24 കിലോമീറ്റർ ഭൂമിൻ്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ട്. നമ്മൾ പുറത്ത് കാണുന്നത് മലയുടെ പർവ്വതത്തിൻ്റെ 1/3 മാത്രമാണ്. 3 ഭാഗമാക്കിയതിനെ നോക്കി അതിൽ 1/1 മേലുള്ളൂ, ബാക്കി അതിൻ്റെ അടിയിലാണ്. ഈ ഗ്ലേഷ്യർ പോലെ ഐസ് മലകൾ അങ്ങനെയാണ്. മേലേക്ക് കുറച്ചേ കാണും, അടിയിലേക്കാണ് കൂടുതലുണ്ടാവുക. ആരാണ് ഈ പർവ്വതങ്ങളെ ഔത്താദൻ ആണികളാക്കി പടച്ചത്? ആരാണ്? വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്ന ഒരു 3-4 മീറ്റർ ഹൈറ്റും ഒരു ക്യൂബിക് ഷേപ്പുള്ള ഒരു 4 മീറ്റർ അല്ലെങ്കിൽ ഹൈറ്റും വിഡ്ത്തും നീളവുമുള്ള ഒരു കല്ല്, ഒരു ക്യൂബ് കല്ല് ഒരു മനുഷ്യനെ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. ആ പാറക്കല്ല് മൂവ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര വലിയ പാറകളാണ് ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന കുറേ മണൽ മാത്രമുള്ള പർവ്വതങ്ങളുണ്ട്. മണലിങ്ങനെ എടുക്കാൻ പറ്റും. കറുത്ത മണലെടുക്കുന്ന പർവ്വതങ്ങളുണ്ട്, സാധാ മണൽ കിട്ടും. ആ പർവ്വതങ്ങൾക്കുള്ളിൽ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വലിയ വലിയ നദികളൊക്കെ ഒഴുകുന്നത് മലകൾക്ക് മുകളിൽ നിന്നാണ്. നദികളുടെ തുടക്കം മലൻ്റെ മുകളിൽ നിന്നാണ്. ആലോചിച്ച് നോക്ക്, വെള്ളം കാണേണ്ട താഴെയാണ്. താഴെയുള്ള വെള്ളത്തെ മേലോട്ട് അല്ലാഹു പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് മേലെന്ന് വാട്ടർഫാൾ. നമ്മൾ വാട്ടർഫാൾ കാണുമ്പോൾ പോയി സെൽഫി എടുത്ത് പോരും. പക്ഷേ ഈ ഒരു വാട്ടർഫാൾ ഉണ്ടാവണമെങ്കിൽ ആവശ്യമായ അള്ളാഹു പ്രകൃതിയിലൊരുക്കിയ റബ്ബിൻ്റെ ഖുദ്റത്തുകൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണത്. നമുക്കൊരു ബക്കറ്റ് വെള്ളം കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും മേലേക്ക്, നമ്മൾ കുഴങ്ങിപ്പോവും, കൈ അങ്ങ് തളർന്നു പോവും. ഇതും കൊല്ലം മുഴുവൻ തുടരുകയാണ്. എത്രയോ ഗാലൻ വെള്ളമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പർവ്വതത്തിനുള്ളിൽ വല്ല ഗ്യാപ്പുണ്ടോ? ഗ്യാപ്പൊന്നും ഇല്ലതാനും. ഈ വെള്ളത്തെ എങ്ങനെയാണ് അള്ളാഹു മേലോട്ട് കൊണ്ടുവരുന്നത്? എന്തൊക്കെ സയൻറ്റിഫിക്കലി നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും സുബ്ഹാന ജല്ല ജലാലു അള്ളാഹുവിൻ്റെ അതിശക്തമായ ഖുദ്റത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണതൊക്കെ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അൽ ഖവിയുൽ മതീൻ. അതുകൊണ്ടാണ് ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരേണമേ, വിജയത്തിലേക്ക് വരേണമേ എന്ന് അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ മുഅദ്ദിനുമാർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിസ്കാരത്തിന് നടന്നു വരാൻ, ഇബാദത്തിലേക്ക് നടന്നു വരാൻ കഴിവ് വേണം. കാലുകൾ നടക്കണം, പേശികൾ അനങ്ങണം, നമ്മുടെ ബോൺസ് ആൻഡ് ജോയിൻസ് വർക്ക് ചെയ്യണം. അള്ളാഹുവേ, ഒരു നന്മയിലേക്ക് വരാനും ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നീ നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവുമില്ല റബ്ബേ. ലാ ഹൗല അല ത്വാഅ ലാ ഹൗല അനിൽ മഅസിയ വലാ ഖുവത അല ത്വാഅ ഇല്ലാ ബിക യാ അല്ലാഹ്. അതാ അതിൻ്റെ അർത്ഥം. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം. നന്മയിലേക്ക് അടുക്കണമെങ്കിൽ, നന്മ ചെയ്യണമെങ്കിൽ, ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കണം മുഅ്മിനീങ്ങൾ. അള്ളാഹുവാണ് എല്ലാ ഖുദ്റത്തിൻ്റെയും സോഴ്സ്. റബ്ബ് തആലയാണ് എല്ലാം. ഒരു ഡോക്ടറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ആ ഡോക്ടർ അത് ചെയ്യുന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല, പിന്നെയോ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്താലും, മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരാൾ ഗൈബിയായ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽപ്പോ ഒരു സഹായമോ ചെയ്യുകയാണെങ്കിൽ തന്നെയും, ജീവിച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മാത്രമേ അവർക്ക് സോഴ്സായിട്ടുള്ളൂ. അള്ളാഹു നൽകുന്ന ഖുദ്റത്തിൽ നിന്നാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. അള്ളാഹു നൽകുന്ന ഖുദ്റത്തിൽ നിന്ന് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയുള്ളൂ. ഇത് വിശ്വസിക്കുന്ന ആളാണ് മുഅ്മിൻ. അങ്ങനത്തെ ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളൊരു വേറെ തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണെന്നോ അല്ലെങ്കിൽ കുഫ്രാണെന്നോ ബിദ്അത്താണെന്നോ ഒന്നും പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മുഅ്മിനിൻ്റെ അഖീദ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പ്രശ്നം തീർന്നു അവിടെ. നമ്മുടെ അഖീദ ഇതാണ്.
തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. വലിയ വലിയ മെഷീനറികൾ, നമ്മൾ അബുദാബി പോലെയുള്ള സിറ്റിയിൽ താമസിക്കാൻ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കൊളാപ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അവർ ബ്രേക്ക് ചെയ്യുന്നത് ഇത്ര പെട്ടെന്നാണ്. 2-3 ബിൽഡിങ്ങുകൾ നമ്മുടെ മീനയിൽ എത്ര സെക്കൻഡുകൾ കൊണ്ടാണത്, എത്ര 12 സെക്കൻഡോ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ബിൽഡിംഗ് ഇടിഞ്ഞ് താഴെ വീഴുന്നത്. അതിൽ കമ്പിയുണ്ട്, സിമെൻ്റുണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശബ്ദം പോലും കേൾക്കും, കുറച്ച് പൊടി ഇങ്ങനെ കാണുന്നു അവസാനം, അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് വലിയ വലിയ സാധനങ്ങൾ ഉയർത്തുന്ന ഫോർക്ക് ലിഫ്റ്റുകൾ, കണ്ടാൽ ചെറിയൊരു വണ്ടിയാണത്, എത്ര വലിയ ഭാരങ്ങൾ എടുത്തു വെക്കുന്നു. ഷിപ്പിലേക്ക് കണ്ടെയ്നറൊക്കെ എത്ര 2000-3000 ടൺ ഭാരമുള്ള സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ക്രെയിൻ കണ്ടിട്ടില്ലേ? ഒരു ചെറിയ ഇരുമ്പിൻ്റെ കുളത്താണ് അതിൻ്റെ എൻഡിലുണ്ടാവുക. ഈ മൊത്തം സാധനം പിടിച്ചു നിർത്തുന്ന ചെറിയ ഇരുമ്പിൻ്റെ ഒരു സാധനം, ഒരു പക്ഷേ ഒരു 10-15 സെൻറ്റിമീറ്ററൊക്കെ വലുപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഇരുമ്പ് എന്ന് പറയുന്ന അള്ളാഹു ഫീഹി ബഅ്സുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച സാധനമാണ് ഇരുമ്പ്. ഫീഹി ബഅ്സുൻ ഷദീദ്, അതിൽ അള്ളാഹുവിൻ്റെ കടുത്ത താക്കീതുണ്ട്. എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിൽ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതും വലിയൊരു ശതമാനം ഇരുമ്പാണ്. അപ്പോൾ ഈ ചെറിയൊരു സാധനം ഹോൾഡ് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഒരു ആടുന്ന ഊഞ്ഞാലാവട്ടെ, അല്ലെങ്കിൽ ആടുന്ന ഒരു കട്ടിലാവട്ടെ, ഒരു വലിയ മനുഷ്യൻ പോയി കിടന്നാൽ ആ മനുഷ്യനോട് ഉറങ്ങാൻ പറ്റും, ആടാൻ പറ്റും, 5 ആൾക്കും 10 ആൾക്കും ഇരിക്കാൻ പറ്റിയേക്കാം. പക്ഷെ അവസാനം മേലേക്ക് നോക്കിയാൽ ഒരു ചെറിയ എസ്സിട്ട ഒരു കുളത്താണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഇരുമ്പിലുള്ള വിശ്വാസം, അങ്ങനെ തന്നെ പറയുന്നത്. ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ എന്താ, അള്ളാഹനെ വിശ്വസിക്കാത്തവരെന്താ ചെയ്യുക? ആ ഒരു സാധനം പൊട്ടൂല എന്ന വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇരുമ്പിനെ സംബന്ധിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയ അറിവ് അങ്ങനെയാണ്. നേരെ മറിച്ച് ഇരുമ്പ് രാവിലെ ഉറപ്പുണ്ടാവും, വൈകുന്നേരം ഉറപ്പില്ലാത്ത സാധനം, അങ്ങനെ ആരെങ്കിലും ഇരുമ്പുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ? അത് ഇരുമ്പാണ്. അതിനി എപ്പോഴും അതിൻ്റെ സ്വഭാവം ഉറപ്പാണ്, മഥാനത്താണ്, ശക്തിയാണ്. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅ്സുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഇറക്കി തന്ന വലിയൊരു അത്ഭുതമാണ്. അതിലും വലിയ അത്ഭുതമാണ് പല്ലിൻ്റെ ഇനാമൽ. നമ്മുടെ പല്ലില്ലേ, പല്ലിൻ്റെ മുകൾ ഭാഗം, ഇനാമൽ എന്ന് പറയുന്ന സാധനം, ഇനാമൽ. ഡയമണ്ട് കഴിഞ്ഞാൽ ഏറ്റവും അതിശക്തമായ ഉറപ്പുള്ള സാധനമാണ് മനുഷ്യൻ്റെ പല്ല്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഡയമണ്ട് ഭയങ്കര ശക്തമായ സാധനമാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സാധനം മനുഷ്യൻ്റെ വായിലുള്ളതാണ്. ഇതെങ്ങനെ? മാംസത്തിൽ നിന്നാണ് അല്ലാഹു എല്ലുണ്ടാക്കുന്നത്. മാംസമാണ് ഈ എല്ലായിട്ട് രൂപപ്പെട്ടു വരുന്നത്, അല്ലേ? സുബ്ഹാന ജല്ല ജലാലു. ആ പല്ല് ഒരു കുഞ്ഞിന് വേദനയില്ലാതെ അല്ലാഹു തആലക്ക് താഴെ ഇറക്കി കൊടുക്കാൻ പറ്റും. കുട്ടി എന്തെങ്കിലും കഴിക്കുമ്പോൾ ഭക്ഷണത്തിനുള്ളിലേക്ക് ഉമ്മാൻ്റെ പല്ല് പോകുന്നല്ലോ എന്ന് പറയും. ഡോക്ടറെ അടുത്ത് കൊണ്ടേ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് പിടിച്ച് വലിച്ച് ചിലപ്പോൾ തൊണ്ണൊക്കെ പോയിന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും അറിയാതെ, കുഞ്ഞു പോലും അറിയാതെ മെല്ലെ 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 ആ പാൽപ്പല്ലുകളൊക്കെ പൊഴിച്ച് കളയുന്നുണ്ട്. അതിൻ്റെ വേര്, അതിൻ്റെ റൂട്ട്, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഉറപ്പ് ഭയങ്കരമാണ്. മനുഷ്യൻ്റെ ബോൺസ് ഭയങ്കര വളരെ സോളിഡാണ്. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ, ഇപ്പം നമ്മളൊരു ക്രെയിൻ കാണുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ്, ഇപ്പോൾ ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടാക്കി, മനുഷ്യൻ ചെയ്ത ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ആർക്കിടെക്ചറൽ വണ്ടറാണത്. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് സാധനം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? 170ാമത്തെ നിലയിലേക്ക് കോൺക്രീറ്റ് അടിച്ച് കയറ്റണ്ടേ? അത് താഴെ ഭൂമിയിൽ നിന്നല്ലേ, ട്രക്കിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണ്ടേ? ഏതൊക്കെ ഫ്ലോറിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെയും ഇത്രയും 1800 മീറ്റർ ഹൈറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകണ്ടേ? എത്ര പവർ വേണം? ഹൈഡ്രോളിക് സിസ്റ്റം. കാറൊക്കെ പൊക്കുന്നില്ലേ? ഒറ്റ ബട്ടനാണത്. ആ കറണ്ട് പോയാൽ താഴെ വീഴും ചെയ്യും. ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു പവറിൽ എത്രയെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കരുത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ സയ്യിദുനാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, ബിൽഖീസ് രാജ്ഞിയുടെ ആളുകളും സബയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പ്, അവർ ഏകദേശം എത്താറായിട്ടുണ്ട് ഫലസ്തീനിലേക്ക്. ആരാണ് അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ? സബയിലെ രാജ്ഞിയായ ബിൽഖീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹ, അവർ മുസ്ലിമച്ചായ ഒരു മഹദിയാണ്. അവർ എത്തുന്നതിൻ്റെ മുമ്പ് ആരാണ് അവരുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈജിപ്തിലെ ഒരു ഡാമിൻ്റെ നടുവിൽ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ
ആ സ്റ്റാച്യുവിനെ കട്ട് ചെയ്തെടുക്കാൻ ലോകത്തെ 4 പ്രമുഖ കമ്പനികളാണ് ഇന്ന് കോൺട്രാക്ട് എടുത്തത്. എന്നിട്ട് തന്നെ 4 പീസായി മുറിച്ചെടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, സബ രാജ്ഞിയുടെ കൊട്ടാരം സബയിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഹദറത്തിലേക്ക് എത്തിയത് എത്ര സമയം സ്പീഡ് ഉണ്ടെന്നറിയോ? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. ഒന്ന് കണ്ണ് ചിമ്മി തുറന്നു നോക്ക്. ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ 20 മുതൽ 30 വരെ നമ്മൾ മിനിമം കണ്ണിങ്ങനെ ചിമ്മി എടുക്കുന്നുണ്ടെന്നാ നമ്മൾ അറിയുന്ന പോലുമില്ല. കാരണം കാറ്റ് തട്ടുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അടച്ചിട്ട് അതിനെ ലിക്വിഡ് ചെയ്തിട്ട് അള്ളാഹു അതിനെ നനച്ചു കൊടുക്കുകയാണ്. ആ നനക്കണമെങ്കിൽ കണ്ണ് ചിമ്മണം, പോളകൾ അടയണം. നമ്മളറിയാതെ ബ്ലിങ്കായിപ്പോവും, നമ്മളറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണത്. സുബ്ഹാന ജല്ല ജലാലുഹു. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. ജിന്നുകളിൽ വലിയ ശക്തനായൊരു ജിന്ന്, നല്ല പവറുള്ള ജിന്ന്. ജിന്നുകൾക്ക് മനുഷ്യരെക്കാളും കഴിവുണ്ട്. അതുകൊണ്ടാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്. സൂറത്തുർ റഹ്മാനിലെ അവിടെ ജിന്നിന് ആദ്യം പറയാൻ കാരണം എന്താണ്? ആകാശത്തെയും ഭൂമിയെയും തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജിന്നുകളെ, മനുഷ്യരെ നിങ്ങൾ നോക്കി, ഞാൻ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ജിന്നുകളെ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യർക്ക് കഴിയാത്ത പലതും ജിന്നുകൾക്ക് ചെയ്യാൻ പറ്റും. ഖാല ഇഫ്രീതും മിനൽ ജിൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹദറത്തിൽ ഒരുപാട് ജിന്നുകളുണ്ട്, ശയാത്തീനുണ്ട്, കാഫിര്യങ്ങളായ ജിന്നുകളുണ്ട്. ജിന്നുകളിൽ അള്ളാഹുവിനെ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്മാരെ ഉപദ്രവിക്കണം എന്ന് ശപഥം ചെയ്ത പിശാചുക്കൾക്ക് പറയുന്ന പേരാണ് ശൈത്താൻ. അവർ ജിന്നുകളാണ്. അവരുടെ നേതാവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഖാല ഇഫ്രീതും മിനൽ ജിൻ. അപ്പോൾ ശൈത്താനല്ല, ഒരു ജിന്നാണ്. ജിന്നെന്ന് മുത്തലക്കം പറയുമ്പോൾ ഒരു മുസ്ലിമായ ജിന്നായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ശൈത്താൻ എന്നാ പറയാം. നല്ല പവർഫുള്ളായ ഇഫ്രീത്ത്, അങ്ങനത്തെ ഒരു ജിന്ന് പറഞ്ഞു സുലൈമാൻ നബി അലൈഹി ഇപ്പം കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞു സുലൈമാൻ നബിക്ക് 1 മണിക്കൂർ സമയം തരണം, ഞാൻ കൊണ്ടുവരാം. എവിടുന്ന്? ഫലസ്തീനിലേക്ക്, എവിടുന്ന്? യമനിൽ നിന്ന് കൊണ്ടുപോകണം. മിനിമം ഒരു 3000 കിലോമീറ്റർ ഉണ്ടാവും. 3000 കിലോമീറ്റർ ദൂരം ഈ സാധനം എയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണം. എന്ത് ടെക്നോളജി അവിടെ ഉള്ളത്! അൽ ഖവിയുൽ മതീൻ സുബ്ഹാന. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പോരാ. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. സുലൈമാൻ നബിയെ നിങ്ങൾ വിധി പറയാൻ ഇരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്നേരാം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയമാണെന്നാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ജഡ്ജ് കൂടിയാണ്. അപ്പോൾ വിധി പറയാൻ വേണ്ടി ഇരിക്കുമ്പോൾ, കേസുകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മഹാനവറുകൾ അതിന് ചെലവഴിക്കുന്ന ഒരു ഏകദേശ സമയം 1 മണിക്കൂർ നേരമാണ്. അപ്പോഴും കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഒന്ന് ഇരുന്നിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ എണീക്കാൻ സമയമാകുമ്പോഴേക്കും സാധനം ഇവിടെ കൊണ്ടുവരാം. പറ്റില്ല എന്ന് പറഞ്ഞു. وقال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ഇൽമുണ്ടായിരുന്നൊരു മനുഷ്യൻ, ആലിമായ ഒരാൾ, ഇൽമുള്ള ഒരു മനുഷ്യൻ, ആസഫ് ഇബ്നു ബർഖിയ എന്നാണ് അവരുടെ പേര് എന്നൊക്കെ തഫ്സീറിൽ കാണാൻ പറ്റും. ആസഫ് ഇബ്ൻ ബർഖിയ, ബർഖിയായുടെ മകൻ ആസഫ് റഹ്മത്തുള്ളാഹി തആല, അള്ളാഹുവിൻ്റെ ഒരു വലിയാണ്. ആ മഹാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. ഇഫ്രീത്ത് എന്ന് പറഞ്ഞ വലിയ ജിന്നിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ ജിന്നിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇഫ്രീത്ത്, അതികായനായ ശക്തിമാനായ ഒരു ജിന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം 1 മണിക്കൂർ കൊണ്ട്. പക്ഷേ ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന മഹാനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ കരുത്തോ മസിലോ ഒന്നും അല്ല അല്ലാഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? വഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. അള്ളാഹു നൽകുന്ന ഇൽമുള്ള ഒരു മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ഇൽമുള്ള ഒരാൾ. അങ്ങനത്തെ ഒരു മനുഷ്യൻ പറഞ്ഞു. അതുകൊണ്ടാണ് ആലിമീങ്ങൾ, അള്ളാഹു അവർക്ക് വലിയൊരു പവർ നൽകുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളുടെ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ ഇടപെട്ട് അതും പറഞ്ഞ് പറഞ്ഞാൽ അങ്ങ് ബാക്കിയാവും. ഭയങ്കര ഡേഞ്ചറാണ്. ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഭയങ്കര ഡേഞ്ചറാണ്.
നമ്മളിപ്പോൾ ഓലൊക്കെ മനുഷ്യന്മാരെ ആ മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. പക്ഷെ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, ചില ആളുകൾക്ക് ചിലരെക്കാളും അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അസൂയിച്ചിട്ട് കാര്യമില്ല, അള്ളാഹ് കൊടുത്തതാണ്. നമ്മളെ പറഞ്ഞ ഗീബത്തും നമീമത്തും പോസ്റ്റിട്ടതൊക്കെ അവിടെ ബാക്കിയാവും. ഓലൊക്കെ അള്ളാഹു ഓല് കൊടുത്ത അവർ ചെല്ലുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലെ ആവില്ല ഒരു ആബിദ്, വെറും ഇൽമില്ലാത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ്, വ്യത്യാസം ഉണ്ടാവും. ഫഅലം അന്നഹു ലാ ഇലാഹ, അവർ ചൊല്ലുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധാരണക്കാര മനുഷ്യൻ 1000 ചൊല്ലുന്നതിന് സമാനം ആവും ഒന്ന്. കാരണം അതിനത്ര പവർ ഉണ്ടായിരിക്കും. അവർ ഇൽമിലൂടെയാണ് അത് ചെല്ലുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും മീതയാണ് ആലിമീങ്ങൾ എന്താണെങ്കിലും. അതുകൊണ്ടാണ് അവരുടെ മാംസം തിന്നരുത്, അവരെ പറ്റി അതൊന്നും പറയാൻ നിൽക്കേണ്ട. കാരണം അവരുടെ മാംസത്തിൽ വിഷമുണ്ട് എന്ന് പറയും. അത് കൊത്താൻ പോയാൽ വിഷമേറ്റ് ചത്തുപോകും എന്നതുപോലെ. വഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കിതാബിനെക്കുറിച്ച് ഇൽമുള്ള ഒരു മഹാൻ പറഞ്ഞു, അന ആതീക ബിഹി, സുലൈമാൻ നബിയെ ഞാൻ കൊണ്ടുവരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക ത്വർഫുക്, നിങ്ങളുടെ ത്വർഫ് എന്ന് പറഞ്ഞാൽ കൺപോളക്കാണ് ത്വർഫ് എന്ന് പറയാം. ഈ ടേബിളിൻ്റെ എഡ്ജിനും ത്വർഫ് എന്നൊക്കെ പറയും, ഒരു വക്കിന് ത്വർഫ് എന്ന് പറയും. ഉറുദുലൊക്കെ ഉസ്കി തറഫ് എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് ആ ഭാഗത്തേക്ക് എന്നൊക്കെയല്ലേ പറയും അല്ലേ. മസ്ജിദ് കി തറഫ് ഗയ, പള്ളിൻ്റെ സൈഡിലേക്ക് പോയി എന്ന്. ത്വർഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കൺപോള എന്ന അർത്ഥം. അജ്ഫാൻ, ജഫൻ എന്ന് പറയുന്നത്, ജഫൻ അജ്ഫാൻ. ഖബ്ല അൻ യർതദ്ദ ഇലൈക ത്വർഫുക്, നിങ്ങളുടെ കണ്ണിൻ്റെ പോള് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ്, തുറന്നടക്കേണ്ട മുമ്പ്. ആലോചിച്ച് നോക്കി എന്താ എൻ്റെ സ്പീഡ്. കണ്ണ് അടച്ച് തുറക്കുന്നതിന് കൊണ്ടുവരാം, കൊണ്ടുവരികയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറയാം. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് ഖുർആനിൽ വന്ന ഒരു സംഭവം ചരിത്രമല്ലെങ്കിൽ അത് വെറുതെ മൂല്യന്മാർ പടായി പറയാന്ന് പറയില്ലേ, ലൈഫായ ഹദീസായി പറയണമെന്ന് പറയും. കൺപോള് അടഞ്ഞ് അത് തുറന്നടയുന്നതിൻ്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹ്, ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ശരിക്കും when it was firmly planted, അത് ശരിക്കും അവിടെ അങ്ങ് സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ എൻജിനീയറിങ് ആര് ചെയ്തു, അതിൻ്റെ മെഷർമെൻറ്റ്, അതും സിംഹാസനം എന്ന് പറഞ്ഞ രാജാവിരിക്കുന്ന ഒരു പവർഫുൾ സീറ്റാണത് അല്ലേ. അത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. വാതിൽ തുറന്നു വെച്ചിട്ട് പാറാവുകാർ കാത്തിരിക്കുന്നതല്ലത്. യമനിൽ നിന്ന് പോരണം. ഏത് ഫ്ലൈറ്റിനുണ്ടോ? അന്നും ഫെഡക്സും ഇതൊന്നുമില്ല, ഫ്ലൈറ്റ് സർവീസൊന്നുമില്ല. ഏത് കമ്പനിക്ക് കരാർ കൊടുക്കും? ഒരു സെക്കൻഡ് കൊണ്ട് എത്തണേ, ഒരു സെക്കൻഡും അല്ല, ലെസ് ദാൻ എ സെക്കൻഡ് സാധനത്തിനും. അതുകൊണ്ട് നമ്മളിപ്പോൾ ലോകത്ത് വലിയ വലിയ ഫ്ലൈറ്റ് സർവീസുകൾ എന്ന് പറഞ്ഞാൽ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സംഭവം, അത് ഫ്ലൈറ്റിലൂടെ ആണെങ്കിലും കപ്പലിലൂടെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും അതിനേക്കാളും വെല്ലുന്ന ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വെച്ചു. ഇന്ന് നടക്കുന്ന വലിയ വമ്പത്തരം പറയാന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ പോയി ചൊവ്വയിൽ പോയി, അതിനപ്പുറം ഇസ്രാ മെഹറാജും ഹബീബിന് അല്ലാഹ് ചെയ്തു വെച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ എന്തൊക്കെ മേന്മ പറയാനിടയുണ്ടോ അതിൻ്റെയൊക്കെ 1000 ഘാതം അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താലും അവിടേക്കൊന്നും എത്തൂലല്ലോ. ദർബ് തബ്ബാന എന്ന് പറയുന്ന നമ്മുടെ മിൽക്കി വേൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കാൻ തന്നെ നമുക്ക് കഴിയില്ല, മുഴുവനായിട്ട് പോകാൻ കഴിയില്ല. ഈ സൂര്യൻ്റെ നമ്മുടെ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ഈ ഗ്രഹങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ജീവനോടെ ബാക്കിയാവണ്ടേ. ഹൈ പ്രഷറുള്ള വാക്യൂമിലാണ് നമ്മൾ പോകുന്നത്, യാത്ര ചെയ്യുന്നത്, ഗ്രാവിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട്, ഓക്സിജൻ കൊണ്ടുപോകണം, സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങൾ ഭക്ഷണമായിട്ട് ക്യാപ്സ്യൂളായിട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം അവിടെ പോയി തിരിച്ചു വരാൻ. അവിടെ പോകുന്ന പോക്ക് തന്നെ തലമിന്നി പോയാൽ പിന്നെ എന്ത് കഥ അറിയാനാ? ബോധം നഷ്ടപ്പെടാതിരിക്കും വേണം തിരിച്ചു അപ്പോഴേ നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സാധ്യമാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളിനി എന്തൊക്കെ ഇത്തരം ഡിസ്കവറീസ് ആൻഡ് എക്സ്പ്ലോറേഷൻസ് നിങ്ങൾ നടത്തുകയാണെങ്കിലും എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകളും കടന്ന് 7 ആകാശങ്ങളും കടന്ന് ചെയ്തൊരു യാത്രയുണ്ട്. അത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും കഴിയില്ല. കാരണം അത് ചെയ്തത് അൽ ഖവിയുൽ മതീൻ സുബ്ഹാന, സർവശക്തനായ അള്ളാഹുവാണ്. റബ്ബ് തആലയെ സംബന്ധിച്ചുള്ള ഇതൊന്നും വിഷയമല്ല. നമുക്കല്ലേ ഇതൊക്കെ വലിയ സംഭവം തോന്നുന്നത്.
എങ്ങനെ അങ്ങനെ ചെയ്യുക? അങ്ങനെ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കൂ. മുമ്പ് കാലത്ത് നമ്മൾ ഗൾഫിൽ വന്ന് നാട്ടിലേക്ക് കത്തെഴുതിയിട്ടില്ലേ? തിരിച്ച് കത്തിങ്ങോട്ട് വരൂലേ? പണ്ടൊക്കെ കണ്ടിലും പാകിസ്ഥാനിലും ബംഗാളിലും ടേപ്പ് റെക്കോർഡും പിടിച്ചിട്ട് ഇങ്ങനെ കഥ പറയണ പാർക്കിലൊക്കെ പോയിരുന്നിട്ട് ആ കേസറ്റ് അയച്ചു കൊടുക്കുക നാട്ടിലേക്ക്. പിന്നെ അങ്ങനെ കത്ത് മാറി പിന്നെ ടേപ്പ് റെക്കോർഡായി. സുഖം കണ്ടിട്ടുണ്ടാവില്ല. മലയാളികളുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡൊക്കെ വിട്ടുകൊടുത്തിന്നാ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ, അതിന് മറുപടി കിട്ടണ കുട്ടികൾക്ക് സുഖം കഴിഞ്ഞ് അസുഖം ആയി അതും കഴിഞ്ഞ് കുട്ടീനെ കെട്ടിച്ചിട്ടാകാരം ചിലപ്പോൾ കഥ അറിയുണ്ടാവുക. ഒരു കത്ത് വന്ന് തിരിച്ചൊരു കത്ത് മറുപടി കിട്ടണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അന്ന് നമ്മൾ പറയാണ്, ഇവിടെ നിന്നിട്ട് നമ്മുടെ മലപ്പുറത്തെ കോട്ടക്കര ചെങ്കോട്ടിക്കര ജംഗ്ഷനിൽ നിന്നിട്ട് ദുബായിലെ നൈഫ് സൂക്കാണ് വിളിച്ചാൽ അപ്പം കിട്ടും വിവരം. നീ മിണ്ടാണ്ടിരുന്ന ബടായി പറയാതെ എന്ന് പറയില്ലേ. ഇപ്പം നമുക്കത് ഈസിയായി. അപ്പം അന്ന് വേറെ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഇനി അതുമാത്രമല്ല, അവനവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. നിന്നെയും കാണാൻ അവനെ നിനക്കും കാണാൻ പറ്റും. അങ്ങനെ സംഭവമുണ്ട്. അപ്പോഴും പറയും നിർത്തിക്കള, ഗുളി കുടിക്കാതെ വന്ന് എന്ത് പറയാനല്ലേ. അതൊക്കെ ഇന്ന് സാധ്യമായി കഴിഞ്ഞു. കാരണം നമ്മളപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇവിടെ നിൽക്കുന്ന ഞാൻ, ഇവിടെ ഒരു ക്യാമറ ഒന്നുമില്ല, പിന്നെ ഒരു വയറാണ്, ഇപ്പം വയർലെസ് സംഭവത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നുണ്ടാവില്ല. എങ്ങനെ ഇത് സാധ്യമാകുന്നു? അങ്ങനെ ഒരു കൈഫ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീലിനെ എങ്ങനെയാണ് അള്ളാഹു കൈകാര്യം ചെയ്തത് എന്ന് നബിയെ അങ്ങ് കണ്ടില്ലയോ? ഇന്ന് അള്ളാഹു ചോദിക്കുന്നത് കൈഫിയത്തിനെ കുറിച്ചാണ്. അള്ളാഹു എന്താണ് ചെയ്തത് എന്നല്ല. അള്ളാഹ് ചെയ്തത് പക്ഷികളെ കൊണ്ട് അവരെ എറിഞ്ഞ് നശിപ്പിച്ചു എന്നാണ്. പക്ഷേ കൈഫ, ആ പക്ഷികൾ എവിടുന്നാണ് വന്നത്? എവിടുന്നാണ് അവർക്ക് ഈ ചൂടുകല്ല് കിട്ടിയത്? ഒരു പയറുമണിൻ്റെ അത്ര വലുപ്പമുണ്ടായിരുന്നുള്ളൂ എന്നാ. അങ്ങനത്തെ ചെറിയ പെബിൾസ്, അത് അതിൻ്റെ കാലുകളിൽ ഇറുക്കിപ്പിടിച്ച് ഒന്ന് വായയിലും, അങ്ങനെ 3 കല്ലുകളുമായിട്ടാണ് ഓരോ പക്ഷികളും വന്നത്. അതിങ്ങനെ ഡ്രോപ്പ് താഴേക്ക് ഇങ്ങനെ ബോംബ് വർഷിക്കുന്ന പോലെ അബ്രഹത്തിൻ്റെ ആനപ്പടയുടെ കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അത് ഫയറായിട്ട് തീ കത്തുന്നു, കത്തിപ്പിടിക്കുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ. ഒരു കന്നുകാലൊക്കെ ഏതെങ്കിലും ഒരു വൈക്കോലൊക്കെ ചവച്ച് തുപ്പുകയാണെങ്കിൽ, തുപ്പാറില്ല ഇറക്കാറാണ് പതിവ്, അങ്ങനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? മണിക്കൂറുകളോളം ചവച്ച് അതിന് നമ്മൾ അയവിറക്കുക എന്ന് പറയില്ലേ, ഓർമ്മകൾ അയവിറക്കുക എന്നൊക്കെ പറയും. അയവിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും വായിലിട്ടിട്ട് അങ്ങനെ ചവക്കണ സാധനമാണത്. അവിടെ വെച്ച് ഇങ്ങനെ ചവക്കുമ്പോഴേ നമ്മൾ അയവിറക്കുക എന്ന് പറയാം. എന്ന പോലെ വെച്ചിങ്ങനെ ഓർക്കുന്നത് നമ്മളങ്ങനെ ഓർമ്മകൾ അയവിറക്കുക എന്നൊക്കെ പറയും, ഓർമ്മകൾ ഓർത്തെടുക്കാൻ. ആ ഒരു സാധനം കണ്ട എന്തായിരിക്കും? വൈക്കോല് തന്നെ ഒരു സാധുവാണ്. അതിന് ഉമിനീര് കൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉമിനീരിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക? നമ്മൾ ഒരു ലൈഫ് ടൈമിൽ നമ്മുടെ വായയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ ഒരു ആവറേജ് 2 സ്വിമ്മിംഗ് പൂൾ നടക്കാൻ മാത്രമുള്ള സാധനം നമ്മുടെ വായിൽ നിന്ന് വരുന്നുണ്ടെന്നാ. സുമാനോ, സ്വന്തം ഉമിനീരിൽ കുളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 2 സ്വിമ്മിംഗ് പൂൾ നടക്കാൻ മാത്രമുള്ള സലൈവ മനുഷ്യൻ ഒരു ലൈഫ് ടൈമിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാ. സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ ഈ വൈക്കോലിനെ സംബന്ധിച്ച് ആ വൈക്കോല് നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പറ്റ കുഴഞ്ഞു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എണീറ്റിക്കാൻ പറ്റൂല. വൈക്കോല് ഉണങ്ങിയ സാധനമല്ലേ. എന്നിട്ട് ഈ സാധനം പല്ലുകൊണ്ട് പല്ല് ചവക്കെന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ ചെയ്യുന്ന സാധനമാണ്. അറിയാതെങ്ങാനും വല്ല നാവങ്ങാനും പല്ലിൻ്റെ കൂടി ഇങ്ങനെ എൻ്റെ വേദന, അല്ലാഹുവേ എന്തൊരു. അപ്പം നമ്മൾ ഇത്ര കടുത്ത സ്ട്രോങ്ങിലാണ് ഈ ചവക്കണതെന്ന് പോലും നമ്മളറിയുന്നത് നമ്മുടെ നാവോ സൈഡെങ്ങാനും കുടുങ്ങി പോകുമ്പോഴാണ്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നാവ് കട്ടായി പോവും, ചോര വരും. എന്തേ? പല്ല് കടിച്ചു പോയി, നാവ് കടിച്ചു പോയി അറിയാതെ. ആരാ കടിച്ചത്? നമ്മൾ തന്നെ. അപ്പോൾ ശരിക്കും ക്രഷിങ് മില്ല് പോലെ, അത് പല്ലിൻ്റെ ഷേപ്പ് അങ്ങനെ ഒരു സാധനം ശരിക്കും അങ്ങനെ പേസ്റ്റ് ആവാൻ പറ്റുന്ന. ടീച്ചർമാരൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ പറഞ്ഞു, ഭക്ഷണം നമ്മൾക്ക് അരിഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരല്ലേ കേരളക്കാർ. അപ്പോൾ അരിഭക്ഷണം എന്ത് ചെയ്ത് ചിലരുണ്ട് ഇറക്കുക മുണുങ്ങി വിടുക. അങ്ങനെ ഇറക്കി വിടരുത്. എന്തിന്? ചവച്ചരച്ച് അത് പശ പോലെ ആയിട്ടേ ഇറക്കാൻ പാടുള്ളൂ എന്ന്. ശരിക്കും അങ്ങനെ ചവച്ചരക്കുമ്പോഴേ ഭക്ഷണത്തിൻ്റെ രുചി വരെ കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ എന്നോട് ഇറക്കി വിട, പിന്നെ വെള്ളം കുടിക്കുക. നമ്മുടെ പല്ലിന് ചവക്കാൻ പ്രയാസമുള്ളത് വയറിന് ദഹിപ്പിക്കാനും പ്രയാസമായിരിക്കുന്ന. അപ്പോൾ അത് ഇവിടുന്ന് തീരുമാനിക്കണം. ചില ഇറച്ചി കഷ്ണമൊക്കെ നല്ല ഉറപ്പുള്ളതുണ്ടാവും,
അവ വെറുതെ ഇറക്കി വിടണ്ട. പല്ലുകൊണ്ട് ചവക്കാൻ പറ്റുന്നില്ല, തുപ്പിക്കളയണത്. അങ്ങനെ പല്ലിന് ചവക്കാൻ പറ്റാത്തത് വയറിനെ ദഹിപ്പിക്കാനും പറ്റൂല എന്നാണ്. കാസ്ഫിൻ മഅ്കൂൽ, അങ്ങനെ ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റിയല്ലോ. അത് എങ്ങനെ അല്ലാഹു ചെയ്തു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതാണ് അലം തറ മാദാ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്നല്ല, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹു അത് ചെയ്ത രീതി എങ്ങനെയായിരുന്നു, കൈഫിയത്ത് എങ്ങനെയാണ്, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. പക്ഷികളിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഈ വെട്ടുകിളി എന്ന് പറയുന്ന ജറാദ് പക്ഷി. ആ ഏറ്റവും ചെറിയ സാധനത്തെയാണ് കരയിലെ ഏറ്റവും വലിയ കരജീവികളിലെ ഏറ്റവും വലിയ ജീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റാക്ക് ചെയ്യുന്നത്. കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ സർവമാന പ്ലാനുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളഞ്ഞില്ലയോ? അതുകൊണ്ട് മഹാന്മാർ പറയും, അറഫ്തുല്ലാഹ ബിനഖ്ദിൽ അസായിം, അറഫ്തുല്ലാഹ ബിനഖ്ദിൽ അസായിം. അസീമത്തുകളെ പൊളിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും പ്ലാനും സൈന്യവും സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെയുള്ളൊരു രാജ്യം, അള്ളാഹു അതിനെ പിടികൂടുകയും അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു രാജ്യത്തെയോ ഭരണകൂടത്തെയോ അള്ളാഹു മാറ്റിക്കളയുന്നത്. ഇത് നഖ്ദുൽ അസായിം. എന്തിനും ഞങ്ങൾ റെഡിയാണെന്ന് വിചാരിച്ചിരുന്നു, അതാ ഒരു കൊടുങ്കാറ്റ് വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാ കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നു, എങ്ങോട്ട് വെള്ളം അടിച്ചൊഴിവാക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി ഉണ്ടാവുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. നഖ്ദുൽ അസായിം, മനുഷ്യൻ്റെ അസീമത്തുകൾ അള്ളാഹുവിന് പൊളിക്കാൻ പറ്റും. നമ്മൾ എല്ലാറ്റിനും സുസജ്ജമാണ്, നമ്മൾ നമ്മൾ സുശക്തമായി ഏതിനെയും ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ രാജ്യം ഒരുക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹുവിനത് നഖ്ദ് ചെയ്യാൻ, അത് പൊളിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്ലാനുകളൊക്കെ തകർന്നു പോകും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് ചിന്തിച്ചാൽ മതി. നഖ്ദുൽ അസായിം. നമ്മുടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് ഇപ്പോൾ അടുത്ത് വന്നത്. അതായത് നമ്മൾ എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണ്ട. നമ്മൾ ലോകരാജ്യങ്ങളോടൊപ്പം ഒരു ഓട്ടത്തിലാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്, സിബാക്കിലാണ് നമ്മൾ, റേസിങ്ങിലാണ്. ഇത് പറഞ്ഞു, അതിനാവശ്യം വിജ്ഞാനവും അതോടൊപ്പം തന്നെ രാജ്യത്തോട് പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം ജനങ്ങളെ ഇതിനാവശ്യമുള്ളൂ. അതാണ് രാജ്യത്തിൻ്റെ കരുത്ത്. നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ഓട്ടത്തിലാണ്. ഏതുവരെ? ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ എന്നാണ് പറഞ്ഞത്. അതുവരെ നമ്മൾ പെർഫെക്ഷനിലേക്കുള്ള ഓട്ടത്തിലേക്കാണ്. ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ കഴിയും. നഖ്ദുൽ അസായിം അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നു, നമ്മളെല്ലാം സുശക്തമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ പൊളിച്ചു. അതാണ് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ അബ്രഹത്ത് എന്ന് പറയുന്ന എത്യോപ്യക്കാരനായിരുന്ന സൈന്യാധിപൻ, അദ്ദേഹം യമനിൻ്റെ ഭരണാധികാരിയായി മാറുന്നു. അദ്ദേഹമാണ് ആമുൽ ഫീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന വർഷമാണ് ഈ സംഭവം നടന്നത്. അറിയാമല്ലോ, തങ്ങൾ ജനിച്ചത് ആനവർഷം 1 എന്ന് പറയാം. ആമുൽ ഫീൽ, ദ എലഫന്റ് ഇയർ. കാരണം ആ സംഭവത്തെ ബേസ് ചെയ്തൊരു കലണ്ടർ അറബികൾ രൂപീകരിച്ചു. ആമുൽ ഫീൽ, ആനക്കലഹ വർഷം 1, 2, 3. ആ 1 ആര് ജനിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ റിമാർക്കബിൾ ഇവന്റ് ആയിരുന്നു അത്. ഏറ്റവും വലിയ സംഭവങ്ങൾ ആസ്പദപ്പെടുത്തിയ കലണ്ടർ ഉണ്ടാവുക. 2024 കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയാലോ? സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത് മുതൽ 2024 കൊല്ലവും 5 മാസവും 30 ദിവസമായി. മെയ് 30 അല്ലെന്ന് ഈസാ നബി ജനിച്ചത് മുതൽ. അതപ്പോൾ 2024 എന്ന് പറഞ്ഞത്. ഞാൻ അത് 25 26 കാരണം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം ഒരു അത്ഭുത സംഭവമായിരുന്നു. അല്ലാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണത്. അന്നാ യകൂനു ലീ ബശറുൻ വലം അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നി ബശർ. How can I have a child when no man has touched me?
ഒരു പുരുഷൻ എന്നെ സ്പർശിക്കാതെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാവുന്നത് എന്ന് സയ്യിദത്തുന മറിയം അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ, നീ ഉബശ്ശിറുക ബി ഗുലാം, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എങ്ങനെ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ല, ഞാനൊരു ഹറാമായ ബന്ധം ഇഷ്ടപ്പെടുന്നവളുമല്ല. അങ്ങനെ ഒരു പുരുഷനെ വലം യംസസ്നി ബഷർ, ആ വാക്ക് ഭയങ്കര മനോഹരമാണ്. എന്നെ ഒരു പുരുഷൻ സ്പർശിക്കാതെ, ശാരീരിക ബന്ധം എന്ന് പറയേണ്ട വാക്കിന് പകരം മറിയം ബീവി ഉപയോഗിച്ച വാക്കതാണ് വലം യംസസ്നി ബഷർ, നോ മാൻ ഹാസ് ടച്ച്ഡ് മീ, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാവും? അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് സയ്യിദന ഈസ നബി അലൈഹിസ്സലാം. എന്നിട്ട് ആ കുഞ്ഞ് പല്ല് വരുന്നതിൻ്റെ മുമ്പ്, ഒരു കുഞ്ഞ് സംസാരപ്രായം എത്തുന്നതിൻ്റെ മുമ്പ് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു, എനിക്ക് അള്ളാഹു കിതാബ് നൽകിയിരിക്കുന്നു. വബർറൻ ബിവാലിദതി വലം അകുൻ ജബ്ബാറൻ അഫ്ദല്ലേ അസ്വിയ ജബ്ബാറൻ ഷഖിയ. മുഹമ്മദ് ഉസ്താദ് മാഷാ അല്ലാഹ്, അല്ലാഹു യഅതികൽ ആഫിയ, ലം യജഅൽനി ജബ്ബാറൻ ഷഖിയ, അല്ലാഹു എന്നെ എൻ്റെ ഉമ്മാക്ക് വബർറൻ ബിവാലിദതി, എൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോനായിട്ടാണ് ഞാൻ വരിക. വാപ്പാനെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പിതാവില്ലാതെ ജനിച്ച മോനാണ് നബിയുല്ലാഹി ഈസ. എന്നാൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ അൽ മറിയം അൽ ബതൂലുൽ അദ്റാ, കന്യകയായിരുന്ന മറിയം അലൈഹിസ്സലാം, അവർ കന്യകയാണ്, വിവാഹം ചെയ്തിട്ടില്ല. അവർ ബതൂലാണ്, അള്ളാഹുവിന് ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന മഹദിയാണ്. അങ്ങനത്തെ ഒരു മഹദിക്കുണ്ടായ മോനാണിത്. ആ മോനാണെങ്കിലോ കൊച്ചുപ്രായത്തിൽ മഹദിൽ തൊട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ, ഞാൻ പരാജയപ്പെട്ടു പോകുന്നവനോ അല്ലെങ്കിൽ അഹങ്കാരിയോ അല്ല, സൗമ്യനും വിനയാന്യതനുമായ അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ് ഞാൻ. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹിൻ്റെ കുട്ടിയെന്ന് പറയല്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്. ആ മഹാസംഭവത്തെയാണ് ഇന്ന് ലോകം മൊത്തം ആചരിച്ചു പോരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗറി 8 എന്ന് പറയുന്ന ഒരു പോപ്പിൻ്റെ നാമത്തിലാണ് ഈ കലണ്ടർ അറിയപ്പെടുക. ക്രിസ്ത്യൻ കലണ്ടർ എന്ന് പറയും, സോളാർ കലണ്ടർ എന്ന് പറയാം, ഗ്രിഗോറിയൻ കലണ്ടർ എന്നും പറയും. ഇത് ഗ്രിഗറി 8 നാമധേയത്തിലാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയാം. ഇസ്ലാമിക് കലണ്ടർ എന്താ പറയുക? ഹിജ്രി കലണ്ടർ എന്ന് പറയും. പിന്നെ ലൂനാർ കലണ്ടർ. ലൂനാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ്റെ ചലനത്തെ ആസ്പദമാക്കിയുള്ള കലണ്ടറാണ് ഇസ്ലാമിക് ഹിജ്രി കലണ്ടർ. അതുകൊണ്ട് നമ്മളിത് ഹിജ്രി കലണ്ടറാണ്, അത് ലൂനാർ കലണ്ടറാണ്, അത് ഇസ്ലാമിക് കലണ്ടറാണ്. മറ്റേത് സോളാർ കലണ്ടർ, അല്ലെങ്കിൽ ഗ്രിഗോറിയൻ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കലണ്ടർ. ജനറലി വൈഡ്ലി ആക്സെപ്റ്റഡ്. ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനമാണ്. നമ്മുടെ കലണ്ടർ ബന്ധപ്പെട്ട് കിടക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു ഹിജ്റ. പലായനം ചെയ്തത് ഒരു രാജ്യം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട്, വിശ്വാസികൾ അവരുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോവുകയാണ് മദീനത്തേക്ക്. സുബ്ഹാനല്ലാഹ്, എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് എളുപ്പമല്ല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്യൻ എന്നാണ്. പക്ഷെ അദ്ദേഹം യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളിൽ യൂറോപ്പിനെ പ്രതിനിധീകരിക്കുന്ന സ്വഹാബിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി. മഹാനവറുകൾ മക്കത്ത് നിന്ന് പോകുമ്പോൾ ഖുറൈശികൾ പിടിച്ചു വെച്ചു, നിങ്ങൾ പോകാൻ വിടൂല എന്ന് പറഞ്ഞു. എനിക്ക് മദീനത്തേക്ക് പോകണം. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. പറഞ്ഞു, നിന്റെ പൈസയും കൊണ്ട് വിടും. അങ്ങനെ എൻ്റെ പൈസ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ വിടുമെന്ന് ചോദിച്ചു. പൈസ എന്നാ വിടും. എന്നാൽ എവിടെയാന്ന് പറയുന്നു. അദ്ദേഹം ഒരു മരൻ്റെ മുകളിൽ കയറിയിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിൻ്റെ താഴെ ഇന്ന പാറക്കെട്ടിൻ്റെ ഇടയിൽ മാന്തി നോക്കിയാൽ എൻ്റെ നാണയങ്ങൾ കുഴിച്ചിട്ടത് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ഓടി. കുറച്ചക്കാരെ താഴെ നിന്നു, ഇത് പറഞ്ഞ് ശരിയാണെന്ന് അറിയണ്ടേ. അങ്ങനെ ഓടിച്ചെന്നവർ മാന്തിയെടുത്ത് സാധനം കിട്ടിയപ്പോൾ പറഞ്ഞു, ആ ശരിഞ്ഞ് വിട്ടോളൂ എന്ന് പറഞ്ഞു. നിങ്ങളെടുത്തോ എൻ്റെ പൈസ എന്ന് പറഞ്ഞാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
എല്ലാം ഉപേക്ഷിച്ച് പോരാൻ എളുപ്പമല്ല. പണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ടയർ താഴാതെ ബുദ്ധിമുട്ടായി ദുബൈയിൽ ക്രാഷ് ലാൻഡിങ് ചെയ്തില്ലേ, ഓർമ്മല്ലേ? പാവം ആ ഫ്ലൈറ്റിൽ എല്ലാവരും രക്ഷപ്പെട്ടു, പാസഞ്ചേഴ്സ്. അതിൻ്റെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു ഓഫീസർ മരിച്ചു, പുക ശ്വസിച്ചിട്ട്. ആ ഫ്ലൈറ്റ് പോയി കത്തിപ്പോയി, ലാൻഡ് എല്ലാവരും ഇറങ്ങിയതിൻ്റെ ശേഷം. അങ്ങനെ ക്രാഷ് ലാൻഡിങ് ഉണ്ടാകുമ്പം ഫ്ലൈറ്റിലെ ക്രൂമാരെന്താ പറയുക, ഒരു സാധനം എടുക്കരുത്, നിങ്ങൾ മാത്രം സൗമ്യരായി ഒച്ചപ്പാടും ബഹളവും കരച്ചിലും പിടിക്കുന്ന കഴിക്കാതെ ഡോറിൻ്റെ എമർജൻസി ഡോറിലേക്ക് വരിക, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ. നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നമ്മൾ നാട്ടുകാരല്ലേ, സർവ്വണ്ണത്തിൻ്റെ കയ്യിലും ബാഗുണ്ട്. ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞ സമയമാണ്. കാരണം ഒരാളൊരു ബാഗ് എടുത്ത് വരുന്ന സെക്കൻഡുകൾ മതി ഒരാൾക്ക് രക്ഷപ്പെടാൻ. അത് ബ്ലോക്കായി കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോവും. ഒരു സാധനം എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ പാസ്പോർട്ടിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അതിലില്ലേ, സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ. നമ്മളാണെങ്കിൽ അതൊക്കെ നേരം ചെയ്യുക അല്ലേ, ചിരിക്കൊന്നും വേണ്ട, സംഭവത്തിനല്ലേ നമ്മളും ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അത് എടുക്കരുത് എന്നാ നിയമം. ഇപ്പോൾ ഫയർ ഇവാക്യുവേഷൻ നടക്കുകയാണ്, ബിൽഡിങ്ങിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം, മൾട്ടിപ്പിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഫയർ ഇവാക്യുവേഷൻ എന്താ, സ്റ്റേ കാം, ഒച്ചപ്പാടും ബഹളം കൂക്കലൊന്നും പാടില്ല. എമർജൻസി ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കറണ്ട് ഓഫ് ആവും. എന്ത് ചെയ്യണം, സ്റ്റെയർ വഴി ശാന്തമായിട്ട് പുറത്തേക്ക്. സാധനങ്ങളൊന്നും എടുക്കരുതെന്നാണ് പറയാം. അപ്പോൾ എടുക്കരുത്, ആ നിയമം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും എന്താ പിന്നെ ഒരു സാധനം കയ്യിൽ എന്താ, ചെറുതൊക്കെ ഒരു ബാഗോ കാര്യങ്ങളോ, ഒരാൾക്ക് സ്പേസ് നഷ്ടപ്പെടുന്ന വിധമുള്ള ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതമാണ് അവിടെ വലുത്, ജീവനാണ് പ്രാമുഖ്യം കൊടുക്കാൻ. മക്കയിൽ നിന്ന് സ്വഹാബിമാർ ഹിജറ പോകുന്നത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ്, ഒന്നും കൊണ്ടുപോകാൻ വിട്ടിട്ടില്ല. അതല്ലേ അത്ഭുതം, വെറും കൈയോടെയാ പോകുന്നത്. അങ്ങനത്തെ ഒരു ത്യാഗം അള്ളാഹുവിന് ചെയ്ത സംഭവമാണ് ഹിജറ. അതാണ് നമ്മുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. വിശുദ്ധ ഖുർആൻ ഏതൊരു ദിവസത്തെക്കുറിച്ചാണോ അവ്വലു യൗം, ആദ്യത്തെ ദിവസം എന്ന് ഖുർആനിൽ പറഞ്ഞത്, അത് ഹിജറ വന്ന ദിവസമല്ലയോ? ഖുബാ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ദിവസത്തെക്കുറിച്ചാണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, the mosque which is established on taqwa, piety of Allah, അഹഖു അൻ തഖൂമ ഫീ. അവിടെയാണ് നബിയെ നിങ്ങൾ നിസ്കരിക്കേണ്ടത്. മുനാഫിക്കീങ്ങളുടെ ആ പള്ളിയിൽ പോവണ്ട എന്ന് മസ്ജിദുൽ ദിറാറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗമാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ഫ്രം ദ ഡേ വൺ, ഒന്നാമത്തെ ദിവസം മുതൽ തഖ്വയിൽ ഉണ്ടാക്കിയ പള്ളിയാണ്. ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കാലുകുത്തിയ ഒന്നാമത്തെ ദിവസം. അതെന്താണെന്നറിയോ? അത് റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്നാ. അത് വലിയ അത്ഭുതമല്ലേ? തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന്. ഇസ്ലാമിൻ്റെ ഒരു പുനർജന്മമാണ് മദീനയിൽ നടക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാം ഫൗണ്ട് ഇറ്റ്സ് ഫെർട്ടൈൽ ലാൻഡ് ഇൻ മദീന, അങ്ങനെ പറയാം. അതും ഒരു ജന്മമാണ്, ഹബീബിൻ്റെ ജന്മം പോലെ തന്നെ. റബീഉൽ അവ്വൽ 12 തന്നെയാണത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനം. ഏതായിരുന്നാലും ആമുൽ ഫീൽ എന്ന് പറയുന്ന ആനക്കലഹ വർഷത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് അല്ലാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ കൈഫിയത്തിനെ കുറിച്ചാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയെ അല്ലാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തല്ല, ആനപ്പടയെ കൊണ്ട് അള്ള എന്തു ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, എങ്ങനെ എന്നത് വിഷയമാണ്. എവിടെ നിന്ന് ഈ പക്ഷികൾ വന്നു, എങ്ങനെ ഇത് എറിഞ്ഞു, എങ്ങനെ ഈ പക്ഷികൾക്ക് ഈ റഡാർ സംവിധാനം കൊടുത്തു, ഇവരെന്നെയാണ് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെന്ന്, ഇവർക്കാണ് എറിയേണ്ടത്. ആർക്കും ഉന്നം വീഴ്ചയില്ലല്ലോ. അബ്രഹത്തിൻ്റെ ദേഹത്ത് വീണു, തലയിൽ വീണോലൊക്കെ അവിടെ തന്നെ ചത്ത് വീണു. പക്ഷേ അബ്രഹത്തിൻ്റെ ദേഹത്തെ വീണ്, അതുകൊണ്ട് ഇയാൾ ഓടി. ആ ഹോട്ട് സ്റ്റോൺ വീണതിൻ്റെ ഫലമായി അയാളുടെ വിരൽ തുമ്പുകൾ ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ പോയിട്ട് കൈകളും കാലും ഒക്കെ ഇങ്ങനെ മെല്ലെ ആ ഒരു ദാരുണമായ അല്ലെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നത്, അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചത്. ബാക്കിയുള്ളവരപ്പോൾ ഇൻസ്റ്റൻ്റ് എടുത്തല്ല. അബ്രഹത്ത് ആ വേദനയും കൊണ്ട് കുറേ ഓടിയിട്ടുണ്ട്. എന്നിട്ട് ശരീരം പഴുത്തിട്ട് മുറിവുകളായി ഓരോരോ ജോയിൻറ്റുകളും അറ്റുവീഴുകയാണ് ഉണ്ടായത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബിൽ. അബാബിൽ എന്ന് പറഞ്ഞാൽ ജമാഅത്തിൻ, കൂട്ടമായി
പറക്കുന്ന പക്ഷികളെ അള്ളാഹു അവർക്കെതിരെ പറഞ്ഞയച്ചില്ലയോ എന്ന് പറയുന്നത്. അബാബീൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ പേരൊന്നുമല്ല. നമ്മുടെ നാട്ടിലെങ്ങനെ കയറാം അബാബീൽ പക്ഷി, അങ്ങനെ പാട്ടൊക്കെ ഉണ്ടല്ലേ അബാബീൽ പക്ഷികൾ. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി, ത്വയ്ർ പക്ഷി, കൂട്ടം കൂട്ടമായി പറക്കുന്ന പക്ഷികളെ അവർക്കെതിരെ നാം അഴിച്ചുവിട്ടില്ലയോ. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ വജഅലഹും തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട്. അപ്പോൾ ചുട്ടുപഴുത്ത കല്ല് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് തീ പിടിക്കുന്ന ഈ കല്ല് കൊച്ചു പക്ഷിൻ്റെ കാല് തീ പിടിച്ചു പോകില്ലേ, അതായതുമില്ലല്ലോ. അതിൻ്റെ കൊക്ക്, അതിൻ്റെ ചുണ്ട്, അതിൻ്റെ നാവ് തട്ടിപ്പോവും, ചൂടേൽക്കൂല. അതിന് ചൂടേറ്റിട്ടില്ല, അതിൻ്റെ കൊക്ക്, അതിൻ്റെ ബീക്ക് അത് പഴുത്തിട്ടില്ല, അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ താഴെ ടാർഗറ്റിലേക്ക് അത് പതിക്കുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ സൂചിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ ചരിത്രങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. 309 ദിവസം ഉറങ്ങിയ അസ്ഹാബുൽ കഹ്ഫ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കി തരാൻ. മനുഷ്യന് എത്ര കൊല്ലം ഭക്ഷണമില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും? എന്തായാലും 350 കൊല്ലമൊന്നും കഴിയില്ല. മനുഷ്യന് എന്തൊക്കെ കളി കളിച്ചാലും അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണത്. മനുഷ്യ ശരീരത്തെ അള്ളാഹുവിന് വേണമെങ്കിൽ എങ്ങനെയും നിലനിർത്താം. ഉസൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹിസ്സലാം നബിയാണെന്നും അല്ലെന്ന അഭിപ്രായമുണ്ട്. മഹാനവറുകളെ 100 കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉറക്കി കിടത്തി. സുബ്ഹാനല്ലാഹ്, 100 വർഷം. അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ നാടിനെ എങ്ങനെയാണ് അള്ളാഹു നീ ജീവിപ്പിക്കുന്നത്? ഇങ്ങനെ ഉണങ്ങി ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ മാറിയ ഈ നാടിനെ നീ എങ്ങനെ ജീവിപ്പിക്കും റബ്ബേ? ഫഅമാതഹു അല്ലാഹു മിഅത ആം. അത് ചോദിച്ചപ്പോഴേക്കും മഹാനായ ഉസൈർ അലൈഹിസ്സലാമിനെ 100 കൊല്ലം അള്ളാഹു തആല ഉറക്കി കിടത്തി. ഉണർന്നു നോക്കുമ്പോൾ ഭക്ഷണത്തിന് കേടൊന്നും പറ്റിയിട്ടില്ല. ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ട്. അവർ സഞ്ചരിച്ചിരുന്ന കഴുത അത് മണ്ണായി പോയിട്ടുണ്ട്. ഭക്ഷണം അതേപോലെ. ഏറ്റവും കേടാവേണ്ട സാധനം അതാണ്, അത് കേടായില്ല. ഈ ജീവി ചത്തുപോയി മണ്ണായി പോയിട്ടുണ്ട്. ഉസൈർ അലൈഹിസ്സലാം 100 കൊല്ലം കഴിഞ്ഞ് എണീക്കുമ്പോഴും വിരല് നഖം കൂടെ അല്ലെങ്കിൽ ഹെയർ ഓവർ ആയിട്ട് ഗ്രോ ചെയ്യേ ഒന്നുമില്ല. കാഴ്ചയിൽ യൗമന്ന ബഅദ യൗം, ഒരു 4-5 മണിക്കൂറൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒരു 12 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങിക്കാണും, അത്രയൊക്കെ തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, നോക്ക് കഴുത എവിടെയെന്ന് ചോദിച്ചു. കാണുന്നില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനോടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു കഴുതക്ക് അള്ളാഹു തആല ജീവനും അതിന് ഫ്ലഷ് ആൻഡ് ബോൺസ് അള്ളാഹു നൽകിയതിന് പുനർജീവൻ കൊടുത്തു. നാട്ടിലേക്ക് തിരിച്ചെന്നപ്പോൾ പ്രായമായൊരു ഉമ്മൂമ, മഹാനവറുകൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന ഒരു മഹദിയാണ് മഹാനവറുകൾ തിരിച്ചറിഞ്ഞത്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്, എക്സ്പയർ ആയിപ്പോയി. കാരണം 100 കൊല്ലം കഴിഞ്ഞിട്ടില്ല ചെല്ലുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അജായിബുൽ ഖുദ്റ, ഇതൊക്കെ സൃഷ്ടിപ്പിൻ്റെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളാണ്. അള്ളാഹു അൽ ഖവിയുൽ മതീൻ, അള്ളാഹു ഖവിയാൻ. അൽ ഖുവ്വത്തു തദുല്ലു അൽ ഖുദ്റത്തി താമ്മ വൽ മതാനത്തു തദുല്ലു അലാ ശിദ്ദത്തിൽ ഖുവ്വ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ കഴിവിനെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും ഒരു ചരിത്രമോ സംഭവമോ നമുക്ക് ഉദ്ധരിച്ചു തന്നാൽ അതിനെ കണ്ണും ചിമ്മി വിശ്വസിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. എങ്ങനെ? ഇത് ഖുർആനാണ് ഹദീസാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ആണോ അല്ലേ അത് പരിശോധിക്കാം. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയമാണ്, പിന്നെ സമഅൻ വ ത്വാഅ, പിന്നെ അവിടെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യൂല വിശ്വാസികൾ, ചെയ്യാൻ പാടുള്ളതുമല്ല. സമഅൻ വ ത്വാഅ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. ഇതാണ് നമ്മുടെ റെസ്പോൺസ്, അതായിരിക്കണം. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم.
സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ ആ കൊട്ടാരം കൊണ്ടുവന്ന കഥയെ സംബന്ധിച്ച് പറയാണ്, ഫലമ്മാ റആഹു മുസ്തഖറൻ ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു. മഹാനായ ആ ഇൽമുണ്ടായിരുന്ന മഹാൻ, എന്തായിരുന്നു ഒരു പേര്? മറന്നുപോയോ? ആസഫ് ഇബ്നു ബർഖിയ റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്തായിരിക്കും വലിയുടെ പവർ? എന്തായിരിക്കും പവർ? ആലോചിച്ച് നോക്കി. യമനിൽ നിന്ന് ആ സാധനം ഹാഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ പകുതി സമയം എടുക്കുള്ളൂ, സാധനം ഇവിടെ എത്തി, കൊണ്ടുവന്നു. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അൻ അക്ഫുർ, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, ഞാൻ അല്ലാഹുവിന് നന്ദി കേടാണോ ചെയ്യുന്നത് എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു എനിക്ക് തന്ന കഴിവാണിത്. ഏത് കഴിവും അങ്ങനെ. ചിലക്ക് ജിന്നുകളോട് സംസാരിക്കാൻ കഴിയും, ചില വചനങ്ങളൊക്കെ ചൊല്ലിയ ജിന്നുകൾ ഹാദറാവും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് വല്ലാത്ത കഴിവാണ്, ഇത് എന്തോ സംഭവമാണ്, അങ്ങനെയൊന്നും പറയരുതെന്നാ. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹു തന്ന ഈ മദദിന് ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയതാണ്. ചില ജിന്നുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കെട്ടും കെട്ടി പോവാറുണ്ട്. ചില ആളുകൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും അങ്ങത്തരം ഒരു സഹായം ലഭിക്കുമ്പോഴേക്കും അത് പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാറ്റും, ജനങ്ങളെ ചൂഷണം ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ജിന്നുകളാണെങ്കിൽ അവർ പെട്ടെന്ന് പോകും, പിന്നെ പറയും ഇപ്പം അതൊന്നും നടക്കണില്ല എന്ന് പറയും. അത് പോയതാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ശുക്ർ ചെയ്യുന്നുണ്ടോ അല്ല കുഫ്രാനു നിഅമത്താണോ ഞാൻ ചെയ്യുന്നത് എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി ചെയ്താൽ അവർ അവരോട് തന്നെയാണ് നന്മ ചെയ്യുന്നത്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ഇനി ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, നന്ദി കേട് ചെയ്യണമെന്ന് വിചാരിക്കുക, അള്ളാഹുവിൻ്റെ പിന്നാലെ വന്നിട്ട് എനിക്കൊന്ന് ആരാധിക്കണേ എന്ന് പറഞ്ഞാൽ അള്ള വരൂല. എന്തേ? ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണോ നീ ചെയ്തോ, നിങ്ങൾക്ക് വേണോ നീ ചെയ്തോ. അല്ലാഹു ഖവിയാണ്, മതീനാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, സൂറത്തുർ റഹ്മാൻ എടുത്തപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയെ ഇവിടുന്ന് ഇപ്പോൾ ഇസ്ലാം സെൻ്ററിൻ്റെ ഈ ഹാളിൽ നിന്ന് ഇവിടുന്ന് തുറന്നിട്ട് നേരെ നമ്മളൊരു നോർത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ കാനഡൻ്റെ ഭാഗത്തേക്കോ കാരണം ചിലപ്പോൾ തുളഞ്ഞെത്തുക. പക്ഷേ അങ്ങനെ തുളഞ്ഞെത്താൻ കഴിയില്ല എന്നാണ്. ഭൂമിൻ്റെ സെൻറ്റർ അതിശക്തമായ ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ അതിന് എത്രയോ ഡിഗ്രി ഉണ്ട്, പ്ലാറ്റിനം പോലും മെൽറ്റായി പോകും. ഇരുമ്പിൻ്റെ ഒരു ടൂളും തുളക്കാൻ കഴിയില്ല. 10-14 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. മനുഷ്യന് അതിനെ തുളക്കാനുള്ള സാധനം കിട്ടിയിട്ടില്ല. ഏത് സാധനം എടുത്താലും ആ ചൂടിൽ ഇത് മെൽറ്റായി പോകും. അല്ലാഹു തആല പറയാം, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, നിങ്ങൾ ഭൂമി വിട്ട് ആകാശത്തേക്ക് കളിക്കാനൊന്നും അത് ഭൂമി തന്നെ തീരുമാനാക്കി. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഭൂമിയെയും ആകാശത്തെയും പെനിട്രേറ്റ് ചെയ്ത് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫൻഫുദൂ, നിങ്ങളൊന്ന് ചെയ്യണേ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹത്തായ കഴിവും സിദ്ധിയും അല്ലാഹ് നൽകിയില്ലെങ്കിൽ നിങ്ങൾക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അല്ലാഹു ആർക്ക് നൽകി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സമാവാത്തിൻ്റെ അഖ്താറിലേക്ക്, അതിനപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തത്. യാ അല്ലാഹ്, അല്ലാഹു ഖവിയാണ്. ഒരുപാട് സൂറകളിൽ അല്ലാഹുവിൻ്റെ ഖുവത്തിനെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ അസീസ്, ഇസ്സത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹി, ആദ്യം വന്ന സൂറത്ത് ഹൂദിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. فلما جاء أمرنا, നമ്മുടെ
ശിക്ഷ വന്നപ്പോൾ നജ്ജൈനാ സ്വാലിഹൻ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നാം രക്ഷിച്ചു. വല്ലദീന ആമനൂ മഅഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ വിശ്വസിച്ചവരെയും. സ്വാലിഹ് അലൈഹിസ്സലാം വന്ന സ്ഥലമാണ് ഹിജ്ർ. കദ്ദബ അസ്ഹാബുൽ ഹിജ്റിൽ മുർസലീൻ, ഹിജ്റുകാർ മുർസലീങ്ങളെ നിഷേധിച്ചു എന്ന് പറഞ്ഞ ഹിജ്ർ, അതാണ് ഇപ്പോൾ അൽ ഉല എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ. അതാണ് മദായിൻ സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ പട്ടണങ്ങൾ എന്ന് പറയുന്ന സ്ഥലം ഹിജ്ർ. അവിടെ അങ്ങനെ ഹിജ്ർ എന്നൊക്കെ ഉള്ളത് ഹഗാർ അങ്ങനെ എന്തോ ആണിത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഹഗാർ എന്ന് എഴുതും, ജാവിനെ മിശ്രികൾ ഗാ എന്നുള്ള പറയാം. അപ്പോൾ അവരാരും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തായിരിക്കും. ഹിജ്ർ എന്നുള്ളത് ഹഗാർ എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. അത് ഹിജ്റാണ്, ചെറിയൊരു നാടാണ്. അവിടെ താമസിക്കാൻ പറ്റില്ല, അവിടെ താമസങ്ങളുമില്ല. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഈ അൽ ഉല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മാറിയിട്ടാണ് അവിടുന്ന് മദായിൻ സ്വാലിഹ്. അവിടെ നിന്ന് നിൽക്കാൻ പറ്റണം. അദാബ് ഇറങ്ങിയ സ്ഥലമാണ്, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ്. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ്. സ്വാലിഹ് നബിൻ്റെ സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ സമൂദുകാരാണ്. അവരാണ് മലകൾ തുരന്നിട്ട് റൂമുണ്ടാക്കിയത്. അത് താമസിക്കാനും മയ്യത്ത് മറവ് ചെയ്യാനും ഒക്കെയാണ് അവരുണ്ടാക്കിയത്. അവരുടെ താമസിക്കുന്ന സ്ഥലം ഇപ്പോഴും ഭൂമിൻ്റെ ഉള്ളിൽ മണ്ണിനടിയിലാണെന്നാണ്. അത് വലിയൊരു ഏരിയ, ഒരു എക്സ്കവേഷൻ 10-16 കിലോമീറ്റർ ചുറ്റളവ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലുലയിൽ. അവിടേക്ക് ആക്സസ് ഇല്ല. അവിടെ ഇപ്പോഴും എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഭൂമിയുടെ ലാൻഡിൻ്റെ ലെവലിൽ നിന്ന് താഴെയാണ് അവരുടെ താമസ സ്ഥലം. മലകൾ തുരന്നുള്ള നല്ല ഡോറ കണ്ടിട്ടില്ലേ, നല്ല ഡോറ്. അതിൻ്റെ മീതെ ഒരു ഫാൽക്കൻ പക്ഷിയെ കാണാൻ പറ്റും. ഇതൊക്കെ ശവകുടീരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇത്ര വലിപ്പമുള്ള റൂമേ ഉള്ളൂ. ഈ ഒരു ഹാളിലേക്ക് കയറി എത്രയേ ഉണ്ടാവുള്ളൂ. വലിയ വലിയ മലകളൊക്കെ. നല്ല മനോഹരമായൊരു ഡോറുണ്ടാവും. ആ ഡോറിൻ്റെ മുകളിൽ അവർ വിശ്വസിച്ചിരുന്ന ദേവി ദേവൻ്റെ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ഒക്കെ ചിഹ്നങ്ങളുണ്ടാവും. പിന്നെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന അവരുടെ ഒരു സിമ്പലാണ് ഫാൽക്കൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഫാൽക്കൻ പക്ഷിയെ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2-3 സ്റ്റെപ്പ് 2 സൈഡിൽ നിന്നുണ്ടാവും. ആ ഡോറിൻ്റെ മുൻവശം നോക്കിയാൽ ഒരു അത്ഭുതമാണ്. അതിൻ്റെ ഒരു സിമെട്രി വളരെ മനോഹരമാണ്. ഈ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന് സ്വർഗ്ഗലോകത്തേക്ക് കടന്നു പോകാനുള്ള സ്റ്റെപ്പുകളാണെന്ന് അവരുടെ വിശ്വാസം എന്നാണ്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ചിലതിനൊക്കെ കോർണിഷ് ഉണ്ടാവും. കോർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോർണിഷൊക്കെ അല്ലേ, വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന ചെറിയ ബാൽക്കണി പോലെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം, അതിനാണ് കോർണിഷ് എന്ന് പറയാം. ഞാൻ വിചാരിച്ചു കോർണിഷ് എന്ന് പറഞ്ഞാൽ കടലിനൊക്കെ കോർണിഷ്, ബീച്ചിനൊക്കെ കോർണിഷ് എന്നാണ് പറയാമെന്ന്. അത് കണ്ടപ്പോഴേക്ക് മനസ്സിലായത് അല്ലല്ല, കോർണിഷ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാൽക്കണി എന്നേ ഉള്ളൂ. ഇങ്ങനെ തള്ളി നിൽക്കുന്ന സ്ഥലം, കരയിൽ നിന്ന് തള്ളി നിൽക്കുന്ന സ്ഥലം എയറിലേക്ക്. അഥവാ കടലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അടിയിൽ വെള്ളമായിരിക്കും, മേലങ്ങ് നടക്കാൻ പറ്റും. ബീച്ചിലുള്ളത് കോർണിഷ് എന്ന് പറയില്ല കേട്ടോ. മണലുള്ള സ്ഥലത്തിന് കോർണിഷ് എന്ന് പറയില്ല. കോർണിഷ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നടക്കാൻ വെള്ളത്തോട് ചേർന്ന് അടിയിൽ വെള്ളം വരാം, ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലെ നിൽക്കുന്ന അതിനാണ് ഈ കോർണിഷ് എന്ന് പറയുന്നത്. ആ കോർണിഷ് മാതൃക മദായിൻ സ്വാലിഹിലെ ഈ ശവകുടീരങ്ങളുടെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അവർ ഗൈഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര അത്ഭുതമാണ്. അതിൻ്റെ ഉള്ളിൽ ശവകുടീരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു ഫ്രാങ്കിൻസെൻസ്, എന്താണ്, കുന്തിരിക്കം, അത് പുകയിപ്പിക്കും ബാഡ് സ്മെല്ല് വരാതെ. ഇപ്പം മയ്യത്തൊന്നും ഇല്ല അവിടെ, ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതൊരു മല ശരിക്ക് കാർവ് ചെയ്തുണ്ടാക്കുകയാണ്, മല ശരിക്ക് കൊത്തിയെടുക്കുകയാണ്. കൊത്തിയ അവരുടെ ആക്സിൻ്റെ പോയിന്റുകളൊക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. സുബ്ഹാന ജല്ല ജലാൽ. അങ്ങനത്തെ ഒരു സമുദായത്തെ നശിപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞ വാക്കെന്താണ്? ഇന്ന റബ്ബക ഹുവൽ ഖവി, അല്ലാഹു നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു അവനാണ് ശക്തിമാൻ. ഹീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, നോട്ട് യു. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഭയങ്കര ശക്തന്മാരാണ്. അൽ അസീസ്, അള്ളാഹു ഇസ്സത്തുള്ള ആളാണ്. അതുകൊണ്ട് അള്ളാഹു തആല ആരും പിന്നാലെ പോയി നടക്കൂല. നിങ്ങൾ എനിക്കൊന്ന് ഇബാദത്ത് ചെയ്യണേ, നിങ്ങൾ എനിക്കൊന്ന് നിസ്കരിക്കണേ, ഒന്നും അങ്ങ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നാ പറയാം. അള്ളാഹു അസീസാണ്, ഇസ്സത്തുള്ളവനാണ്, ഖവിയാണ്, അള്ളാഹു ശക്തനാണ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ദയാവായ്പ ചെയ്യുന്നവനാണ്, ദയാലുവാണ് അല്ലാഹു. യർസുഖു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. സർട്ടിഫിക്കറ്റ് ഉണ്ടായെന്ന് വെച്ച് കിട്ടൂല, അതാണ് അതിൻ്റെ അർത്ഥം.
ക്വാളിഫിക്കേഷൻ ഉണ്ട്, കഴിവുണ്ട്, അതുകൊണ്ട് റിസ്ക് കിട്ടണമെന്നില്ല. റിസ്ക് അള്ളാഹുവിൻ്റെ ഖസാനയിൽ നിന്ന് അള്ളാഹ് എടുത്തു കൊടുക്കുന്നതാണ്. യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ഇസ്സത്തും ഖുവ്വത്തും അള്ളാഹുവിനുണ്ടെങ്കിലും അള്ളാഹു ലത്തീഫാണ്. അങ്ങനെ വെള്ളം അള്ളാഹുവിൻ്റെ ലുത്തുഫിൻ്റെ ഒരു അടയാളാണെന്ന. ഈ വെള്ളത്തിൽ ഇത്ര സോഫ്റ്റ് അല്ലെങ്കിൽ കുടിക്കാൻ എന്തൊരു പ്രയാസമായിരിക്കും, ആലോചിച്ച് നോക്കി. വെള്ളം കുടിക്കുന്ന പാനീയങ്ങളിൽ ഏറ്റവും നല്ല പാനീയം ശരിക്കും വെള്ളമാണല്ലോ. നമ്മളെന്തായാലും എന്താ പഞ്ചാര ഇറക്കി കൊടുത്താലേ നമുക്ക് സമാധാനമാവുള്ളൂ. പോയിസൺ, വിഷമാണ്. വൈറ്റ് സാധനങ്ങൾ ഉപ്പാണെങ്കിലും ആ വൈറ്റ് ഉപ്പും വൈറ്റ് പഞ്ചസാരയും അത് പോയിസണാണ്. അത് സ്ലോ പോയിസണാണ്. അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് പോയിസൺ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളറിലുള്ള പഞ്ചാര ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. ശർക്കര അതൊന്നും കുഴപ്പമില്ല, വേണമെങ്കിൽ. അല്ലെങ്കിൽ അതും വേണ്ട. വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലുത്ഫിൻ്റെ ഒരു അടയാളമാണ്. അത് വളരെ ലത്തീഫാണ്. ആ ഒരൊറ്റ സാധനം മതി പാറക്കല്ലുകൾ അവിടെ ഉരുട്ടിവിടാൻ. മഴവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ശക്തി മനസ്സിലായി. സുനാമി വന്നപ്പോൾ ജപ്പാൻ എന്ത് ചെയ്യാൻ പറ്റി? എത്ര വലിയ ടെക്നോളജിയുള്ള നാടാ ജപ്പാനൊക്കെ. അത് ജപ്പാനിൽ ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തിൻ്റെ കഥ എന്തായിരിക്കും? ഹവ, വായു എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ലുത്തുഫിൻ്റെ ലത്തീഫായ അള്ളാഹുവിൻ്റെ അടയാളമാണ്. വായു വളരെ സോഫ്റ്റ്, നമ്മൾ അറിയുന്ന പോലെയല്ല മൂക്കിലേക്ക്. ഇതിലൊക്കെ ഫുള്ള് നമ്മുടെ മൂക്കിലേക്ക് പൊടിയും കാര്യമൊക്കെ കയറി പോവുകയാണെങ്കിൽ ഏത് നേരം ചുമക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര റാഹത്തായിട്ട് ശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ലങ്സുകൾക്ക് അള്ളാഹു മസിൽ വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും മസിലാണല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ലത്തീഫാൻ. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. സൂറത്തുൽ അൻഫാൽ എത്തിയപ്പോൾ അള്ളാഹു ശക്തിയുള്ളവനാണ്, അള്ളാഹു കരുത്തുള്ളവനാണ്, നന്നായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന് അള്ളാഹു തആല പറയാം. കാരണം കഴിവുള്ള ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പേടിക്കണം. കഴിവില്ലാത്ത ഒരാളിപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, ഞാൻ എണീറ്റാണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അറിയില്ല, കാര്യമൊന്നുമില്ല, വെറുതെ പൊട്ടിക്കുകയാണ്. അള്ളാഹു ഖവിയാൻ ഷദീദുൽ ഇഖാബാൻ. അള്ളാഹു നന്നായി ശിക്ഷിക്കുന്നവനും കൂടി. അത് പറഞ്ഞത് ഫിർഔന്റെ വിഷയം പറഞ്ഞപ്പോഴാണ്. കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കഫറൂ ബിആയാതില്ലാഹി ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. ഫിർഔനും ഫിർഔന്റെ കൂടെയുള്ള ആളുകളും, ഹാമാൻ ഫിർഔന്റെ മന്ത്രിയായിരുന്നു, ബാക്കിയുള്ള ആളുകളൊക്കെ കഫറൂ ബിആയാതില്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ അവർ നിഷേധിച്ചു. ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ കാരണം അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിച്ചു. അല്ലാഹു പറയാണ് ഇന്നല്ലാഹ ഖവിയ്യുൻ ഷദീദുൽ ഇഖാബ്. അള്ളാഹു ഭയങ്കരമായി ശിക്ഷിക്കുന്നവനാണ്. ദഈഫായൊരു മനുഷ്യൻ ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യൻ ദുഅഫിലേക്ക് മാറും. ഭയങ്കര ആരോഗ്യവും മസിലൊക്കെ ഉള്ള ആൾക്കാർ ഒരു പ്രായമായി കഴിഞ്ഞാൽ രണ്ടടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും, അല്ലേ? അള്ളാഹു ഖവിയാണ്. അതുകൊണ്ട് ആ ഖവിയായ അള്ളാഹുവിനെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അല്ലാഹു ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏതാണ് അള്ളാഹു? അൽ ഖവിയ്യു സുബ്ഹാന അൽ മതീനു സുബ്ഹാന. എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്. എന്നിട്ട് എന്ത് പറഞ്ഞു എന്നറിയോ? ഈ റബ്ബിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് വേണം. അതിൻ്റെ താക്കോൽ എന്താണ്? അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു താക്കോല് വേണം. ആ താക്കോൽ എന്താണ്? അന ഇൻദ ളന്നി അബ്ദി ബി. എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെ അവൻ്റെ കൂടെയുണ്ട്. അള്ളാഹു എന്നെ സഹായിക്കും. ഈ വിഷയത്തിൽ അള്ളാഹു എനിക്ക് എന്നെ കൈപിടിക്കും. എന്നാൽ കൈപിടിച്ചിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ, തലച്ചോറിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടൂ. അള്ളാഹുവിൻ്റെ ഹളറത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ലുത്ഫ്, ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ദയ. അങ്ങനെയാണ്. നമുക്ക് വലിയ സാധനം അപ്പോൾ സെക്രട്ടറി അടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം കാത്തിരിക്കുക, ഇന്ന് അപ്ലൈ ചെയ്താൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അന ഇൻദ ളന്നി അബ്ദി ബി ഫൽയദുന്നു ബി മാ ശാ.
എന്നെക്കുറിച്ച് അവർക്ക് വേണ്ടതൊരു വിചാരിച്ചോട്ടെ, ഞാൻ എന്നെക്കുറിച്ച് അവരെങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ. ഫല്യദുന്ന അബ്ദി ബി മാ ഷാ, അതുകൊണ്ട് എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താ വേണ്ടച്ച വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹു പുറത്തു തന്നിരിക്കും. അള്ളാഹു എൻ്റെ കാര്യത്തിൽ ഇടപെടും എന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ, അള്ളാഹു ഇടപെട്ടിരിക്കും. നിങ്ങൾക്കത് കാണാനും അനുഭവിക്കാനും കഴിയും, നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ അൻവാറുകൾ, അള്ളാഹുവിൻ്റെ നൂറ് അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുർബലരായ ആളുകളെ പോലെയല്ല. ഫറസ്ദക്കും ജരീറും എന്ന് പറയുന്ന രണ്ട് കവികളുണ്ട്, ആസ്ഥാന കവികളായിരുന്നു അറേബ്യയിലെ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മത്സരിച്ച് കവിതകൾ ചൊല്ലി. അതിൽ ഭയങ്കര ഒരു ഫണ്ണി കവിത ഉണ്ട്, ഒരു തമാശയുള്ള കവിത ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഅമൽ ഫറസ്ദഖു അൻ സയഖ്തുലു മിർബഅഹ് അബ്ശിർ ബിതൂലി സലാമത്തിൻ യാ മിർബഉ. സഅമൽ ഫറസ്ദഖു അൻ സയഖ്തുലു മിർബഅഹ്. പറയുന്നത് ജരീർ കവിയാണ്. ജരീർ ഫറസ്ദഖിനെ ആക്ഷേപിക്കുകയാണ്. സഅമൽ ഫറസ്ദഖ്, ഫറസ്ദഖ് വാദിക്കുന്നുണ്ട് അൻ സയഖ്തുലു മിർബഅൻ, മിർബഅ എന്ന് പറഞ്ഞ ചങ്ങാതിയെ ഫറസ്ദഖ് കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഫറസ്ദഖിൻ്റെ വധഭീഷണിയുണ്ട്. ആരെ? മിർബഅനെ കൊല്ലുന്നു. അപ്പോൾ ജരീർ പറയാണ് അബ്ശിർ ബിതൂലി സലാമത്തിൻ യാ മിർബഅ, ഇപ്പം അടുത്തൊന്നും ഈ മരിക്കൂല കേട്ടോ എന്ന്. ഫറസ്ദഖ് ദുർബലനാണെന്നാ പറഞ്ഞത്. അബ്ശിർ ബിതൂലി സലാമത്തിൻ യാ മിർബഉ, മിർബഅ എനിക്ക് ഒരുപാട് കാലം സലാമത്തുണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായി, മൂപ്പരല്ലേ കൊല്ലാൻ വരുന്നത്, ഇപ്പം അടുത്തൊന്നും നടക്കൂല. ദുർബലനായ ഒരാളുടെ വാദം അങ്ങനെയാണ്. പക്ഷെ അല്ലാഹു തആല ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അല്ലാഹു നന്നായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹുവിൻ്റെ അദാബ് ഭയങ്കരമാണ്. അല്ലാഹുമ്മ അജിർനാ മിൻ അദാബിക യാ റബ്ബ്, അല്ലാഹുവിൻ്റെ അദാബ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു ഖവിയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ താക്കീദിനെ പേടിക്കണം, അല്ലാഹുവിൻ്റെ താക്കീദിനെ പേടിക്കണം. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നതും ഒക്കെ അല്ലാഹുവിൻ്റെ മഹബത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാം. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണ്, നമ്മൾ അള്ളാഹിനെ പേടിക്കണം. എന്താ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ വലയത്തിൽ നിന്ന് നമ്മളല്ല പുറത്തെറിയുമോ എന്ന് പേടിക്കണം. അള്ളാഹു കരീമാണ്, നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ ആ ഒരു സൗഹൃദ മഹബത്തിൻ്റെ ഒരു വലയത്തിൽ നമ്മൾ കയറിക്കൂടി കഴിഞ്ഞു. പക്ഷെ നമ്മൾ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു നമ്മളങ്ങോട്ട് സൈഡാക്കുമോ എന്ന് പേടിക്കണം. അത് ഭയപ്പെടണം. അത് ഭയങ്കര ഷഖാ ആണ്, ഏറ്റവും വലിയ പരാജയമാണത്. അതുകൊണ്ട് മഹബത്തുണ്ടാകുമ്പോഴേ പേടിക്കേണ്ടതുള്ളൂ. ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണം, ആ സ്നേഹം കൈവിട്ടു പോകാതിരിക്കണം. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുവ്വത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് കരുത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മത്തീനായ റബ്ബിനെ കൊണ്ട് അള്ളാഹു നമ്മുടെ വിഷയങ്ങളിൽ അള്ളാഹുത്തിന് നമുക്ക് പരിഹാരം നൽകട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു രക്ഷ നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഖുവ്വത്തിൻ്റെ സഹായത്തിൽ ഇസ്സത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അഷ്റഫുൽ ഹൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മച്ചികൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2-3 കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനുണ്ട് മുഹമ്മദ് കുഞ്ഞി ദുആ വസിയത്ത് വായിക്കുന്നതിൻ്റെ മുമ്പ്. ഒന്നിവിടെ SKSF അബുദാബി കരിയറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് ചെയ്യുന്ന അഷ്റഫ് മലയിൽ സാഹിബിൻ്റെ ഒരു പരിപാടിയാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമുള്ള ക്ലാസ്സാണ്. ജൂൺ 1 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അല്ലേ, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ. ഇപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് കരിയർ കൗൺസിലിംഗ്, കരിയർ ഡിസിഷൻ മേക്കിംഗ്, അബ്രോഡ് സ്റ്റഡീസ്, പുറത്തു പോയി പഠിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കോമ്പറ്റേറ്റീവ് എക്സാം ഫോർ ഹയർ സ്റ്റഡീസ്, ടൈം ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, സെറ്റ് യുവർ ഗോൾ ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. ഈ വിഷയങ്ങളിലുള്ള ക്ലാസ് ആയിരിക്കും ശനിയാഴ്ച 10 മണി മുതൽ രാത്രി 10 മണി വരെ. അതുകൊണ്ട് രക്ഷിതാക്കൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, അതിൻ്റെ മുകളിലുള്ളവർ 12ാം ക്ലാസ് വരെയുള്ള മക്കളുടെ രക്ഷിതാക്കളും അതിൽ അറ്റൻഡ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സംവിധാനത്തിൻ്റെ കീഴിൽ പൊതുജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോഴ്സാണ് സിബിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപാട് ആൾക്കാർ സിബിസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. സിബിസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് ഇസ്ലാമിക് സ്റ്റഡീസ്. നമുക്കൊന്നും ഒരുപാട് കാലം അറബി കോളേജിലും ദർസിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇസ്ലാമിൻ്റെ ബേസിക് വിഷയങ്ങളൊക്കെ ശരിക്ക് വളരെ തജ്വീദ്, തഫ്സീർ, ഫിഖ്ഹ്, ഹദീത്ത്, താരീഖ്, അതുപോലെ വ്യവസ്ഥാപിതമായ സിലബസും പുസ്തകങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നൂതന പഠന രീതിയും സെമസ്റ്റർ പരീക്ഷകളും പ്രമുഖ പണ്ഡിതരുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ, പ്രസംഗം, എഴുത്ത് പരിശീലനം, പഠനയാത്രകൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ക്ലാസ്സാണ് നമ്മുടെ സിബിസ്. ഇൻഷാ അല്ലാഹ്
സിബിസിൻ്റെ കോഴ്സിലേക്ക് അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. അബുദാബിയിൽ നമ്മുടെ നിസാൻ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഹാദിയുടെ റീഡ് സെൻറ്റർ ഉള്ളത്. പക്ഷേ അവിടെ വെച്ച് ക്ലാസ്സുകൾ നടക്കും. അതിലേക്ക് അഡ്മിഷൻ ക്ഷണിച്ചിട്ടുണ്ട്. പറ്റുന്ന ആളുകൾ. സമയം വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 10:30 വരെ ആണ് ക്ലാസ്. കോഴ്സിൻ്റെ കാലാവധി 2 വർഷമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അല്ലയിലും ദുബൈയിലും ഒക്കെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നവർ സിബിസിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഹിമായ കോഴ്സ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കുള്ള കോഴ്സാണ്. റീഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ദീനി പഠനം നടത്താനുള്ള അവസരമാണ്. ജൂൺ 10 മുമ്പായിട്ട് അപേക്ഷ കൊടുത്തിരിക്കണം. ഹിമായ കോഴ്സ് എന്ന് അതിന് പറയാം. സ്ത്രീകൾക്ക് മതപഠനം നടത്താൻ മികച്ച അവസരം. തജ്വീദ്, ഫിഖ്ഹ്, തഫ്സീർ, ഹദീസ്, താരീഖ് തുടങ്ങിയ വിഷയങ്ങൾ, മലയാളത്തിൽ പാഠപുസ്തകങ്ങൾ, ഏകീകൃതമായ പരീക്ഷ, കേന്ദ്രീകൃത മൂല്യനിർണ്ണയം, ആഴ്ചയിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് റൂമിൽ വെച്ചുള്ള പഠനമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഹാദിയ സെൻറ്ററുമായി ബന്ധപ്പെടണം. മൊബൈൽ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കുകയാണ്. 05068555145 05068555145. ഇനി പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കുള്ള മഹദിയ കോഴ്സാണ്. അതായത് 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾ വൈകുന്നേരം 5 മണി മുതൽ 7:30 മണി വരെ 2 ദിവസം ഒരാഴ്ചയിൽ, അതായത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ആഴ്ചയിൽ 5 മണിക്കൂർ ക്ലാസ്, 2.5 മണിക്കൂർ വെച്ച് ഒരു ദിവസം. അങ്ങനെ നമ്മുടെ SSLC പാസ്സായ 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് അബുദാബിയിൽ വെച്ച് മഹദിയ കോഴ്സിനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. മഹദിയ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 വർഷവും പഠിക്കുകയാണെങ്കിൽ 4 സെമസ്റ്റർ എടുക്കാം. അതിന് സർട്ടിഫിക്കറ്റ്സ് ഇൻ മോറൽ സ്റ്റഡീസിൻ്റെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം കൂടെ പഠിച്ചാൽ, അത് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ 6 സെമസ്റ്റർ പൂർത്തിയാവും. അതിന് മഹദിയ ബിരുദം കൊടുക്കും ഇൻഷാ അല്ലാഹ്. SSLC അതുപോലെ തന്നെ 7ാം ക്ലാസ് മദ്രസക്ക് തത്തുല്യമാണ് CMS കോഴ്സ്. പിന്നെ 2 CMS അതിന് തത്തുല്യമായ കോഴ്സാണ് നമ്മുടെ മഹദിയ, അതായത് 5 വർഷത്തെ കോഴ്സ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡീറ്റെയിൽസും ബ്രോഷറും ഇവിടെ ലഭ്യമാണ്. ആ കോഴ്സിലേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികളെ ക്ഷണിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനികൾ അബുദാബിയിലെ റീഡ് നമ്മുടെ സെൻറ്ററിൽ വെച്ച് അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് ജൂൺ മാസത്തോടുകൂടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തണം, അറിവ് നേടണം. നമ്മുടെ മക്കൾക്ക് അവരുടെ ചിന്തകളും സമയവും വൃഥ നഷ്ടപ്പെടുത്താതെ ദീനി പഠനത്തിന് അവർക്ക് അവസരമൊരുക്കുന്ന ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇന്നത്തെ പായസം നമ്മുടെ ബഷീർക്ക, നമ്മുടെ മൈക്കൊക്കെ ശരിയാക്കി, നമ്മുടെ ബഷീർക്കല്ല, ബഷീർക്കയുടെ നമ്മുടെ ബാക്കിലുണ്ട്. ബഷീർക്കയുടെ എളാമ്മ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. എളാമ്മയ്ക്ക് അവരുടെ ഖബറിലേക്ക് ഹദിയയായി അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ബഷീർക്കൻ്റെ എളാമ്മക്ക് അള്ളാഹു തആല ഈ സ്വതക്കയുടെ പുണ്യം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറിൽ അള്ളാഹു സുഖം നൽകട്ടെ. സ്വർഗീയമായ ആരാമത്തിലായി വിശ്രമിക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. ബഷീർക്ക ചെയ്ത് സ്വതക്ക അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ 2024-25 വർഷത്തേക്കുള്ള പ്രവർത്തനോദ്ഘാടനം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. 31 മെയ്, അതായത് നാളെയല്ലേത് അല്ലേ? നാളെയാണ്. നാളെ രാത്രി 8 മണി മുതൽ ആണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. പിന്നെ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ ഡോക്ടർ ബാലാജി വരുന്നുണ്ട്. മിസ്റ്റർ യൂസുഫ് അൽ ഹമ്മാദി അബുദാബി പോലീസിൽ നിന്ന്, മിസ്റ്റർ അബൂബക്കർ കൊമേഴ്ഷ്യൽ മാനേജർ ലുലു ഗ്രൂപ്പ്, അവരൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടി ഗംഭീര വിജയമാക്കണം. ഇവിടുത്തെ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും നേരുന്നു. നമ്മുടെ സമൂഹത്തിനും നാടിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് നന്മകൾ ചെയ്യാൻ പുതിയ കമ്മിറ്റിക്ക് അല്ലാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സഹസിൽ ദുആ വസിയത്ത് ചെയ്ത് 50 വർഷം പുത്തനത്താണി മഹലിൽ ഉസ്താദായിരുന്ന വി കുഞ്ഞുട്ടി മുസ്ലിയാർ മരണപ്പെട്ടു. മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. അബ്ദുൽക്കയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ ആസിയ ചങ്ങള മരണപ്പെട്ടു. അല്പം മുമ്പ് ഖബറടക്കം കഴിഞ്ഞു. പ്രത്യേകം ദുആ ചെയ്യണം. ഉമ്മാക്ക് ഭയങ്കര പനിയാണ്. പൂർണ്ണ ശിഫാന് വേണ്ടി ദുആ ചെയ്യാൻ.
5-6 മാസമായി ജോലി അന്വേഷിച്ചിട്ട് വിസിറ്റൊക്കെ പുതുക്കിയ ഒരു സുഹൃത്ത് നമ്മുടെ സെൻറ്ററിലൊക്കെ ഉണ്ടാവാറുണ്ട്. ജോലിയൊന്നും ശരിയായിട്ടില്ല, ഹൈലി ക്വാളിഫൈഡ് ആണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്നൊരു ഹയറായ ജോലി ശരിയാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി പ്രത്യേകം രോഗശിഫാനൊക്കെ ദുആ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, അബ്ദുള്ളക്കയുടെ കണ്ണിൻ്റെ ആഫിയത്തിനായി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഉമ്മ 1 വർഷത്തിൽ കൂടുതലായി 2 കാലിനും കഠിനമായ വേദന കൊണ്ട് വിഷമിക്കുന്നു. ഒരുപാട് ചികിത്സ നടത്തിയിട്ടും ഭേദമായിട്ടില്ല. പ്രത്യേകം ഷിഫാന് വേണ്ടി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മകൾക്ക് ഹൈറായ ഇണയെ ലഭിക്കാൻ വേണ്ടിയിട്ട്, മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി, മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ ലഭിക്കാൻ വേണ്ടി, ഈ വർഷം ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഹാജിമാർക്ക് മഖബൂൽ മബ്റൂറായ ഹജ്ജും ഉംറയും സിയാറത്തും റാഹത്തോടെ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. ജോലിയിൽ ഹൈറിനും ബർക്കത്തിനായി ദുആ ചെയ്യാൻ. സ്ഥലത്തിൻ്റെ ആദാനം ശരിയാവാനുണ്ട്, അത് പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. കുടുംബം മറ്റന്നാൾ വരുന്നുണ്ട്, യാത്ര ഹൈറാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജസാക്കുമുല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. അള്ളാഹുയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അമീൻ. വലിയ പ്രതീക്ഷയിലായിരിക്കും ദുആ വസിയത്ത് ചെയ്യുന്നതൊക്കെ. അബ്ദുള്ള സാഹിബ്, അബ്ദുള്ളക്കോടിൻ്റെ ബാക്കിലിരിക്കേണ്ട തൊപ്പിട്ടിട്ട് നമ്മളെ എയർ ഇന്ത്യൻ്റെ ഇവിടുത്തെ ഓഫീസറാണ്, മാനേജറാണ്. ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം അദ്ദേഹത്തെ കൊണ്ട് കിട്ടാറുണ്ട്. വലിയ അലിമീങ്ങളും ഉസ്താദ്മാരും നേതാക്കന്മാരൊക്കെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് യാത്രയാക്കാനും കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ എപ്പോഴും സഹായിക്കുന്ന ആളാണ്. ഞാനൊക്കെ അധികം നേരം വൈകിട്ട് എത്തൽ, അവർക്ക് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സഹായം ഉപകാരപ്പെട്ടിട്ടുണ്ട്. മാഷാ അള്ളാഹ്. അവരുടെ കണ്ണിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു അത്ഭുതകരമായി ഷിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ. ബാവാജിക്ക് ഇവിടെ ഉണ്ട്. ബാവാജിക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാവാജിക്കും ഭാര്യയ്ക്കും ഒക്കെ ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. അള്ളാഹു എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങളും അതുപോലെ പ്രയാസങ്ങളും, അവർക്ക് ശാരീരികമായ അവശതയൊക്കെ ഉണ്ട്, അള്ളാഹു സലാമത്ത് നൽകി പരിപൂർണമായ ആഫിയത്ത് അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. നമ്മളെല്ലാവർക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഹദീസ് നമ്മളൊരു 40 ഹദീസ് പഠിക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് മുഹമ്മദ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഹദീസ് ഉണ്ടായിരിക്കും. ഒരു ഹദീസ് പെർ ക്ലാസ് പഠിക്കുക എന്നുള്ള ഒരു പ്ലാന് നമുക്കുണ്ട്. 40 ഹദീസോളം ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നമ്മൾ തീരുമാനിച്ചതായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഉപയോഗപ്പെടുത്താം. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومرشدنا وقرة أعيننا فثمرة فؤادنا قائدنا قائد الغر المحجلين يوم القيامة سيد الكونين والثقلين صاحب المقام المحمود. اللهم صل وسلم وبارك عليه وعلى آله وأصحابه وعترته وأزواجه الطاهرات أمهاتنا أمهات المؤمنين أجمعين. رحم الراحمين يا مالك الملوك يا يجماننا يا ودمستنا يا الله. ഞങ്ങളെല്ലാവരുടെയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു ഇപ്പോൾ ഓൺലൈനിൽ വീക്ഷിക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരുമായ ശ്രോതാക്കളടക്കം ഈ സദസ്സിൽ മുമ്പ് വന്നിരുന്നവർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ, വരാൻ നിയത്ത് ചെയ്ത് വരാൻ പറ്റാത്തവർ ഒക്കെ ഉണ്ട്. ഇവിടെ ദുബൈയിൽ നിന്ന് മുനീർ സിംഗ് ഫാമിലിയൊക്കെ ദുബൈയിൽ നിന്നാണ് വരുന്നത്. അള്ളാഹു ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചേരുന്ന ശ്രോതാക്കൾ വരെ ഉണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ പുണ്യം ജീവിതത്തിലുടനീളം വെളിച്ചമായി അനുഗ്രഹമായി നീ നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്കിത് മനസ്സമാധാനത്തിൻ്റെ അതുപോലെ തന്നെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കാനും മനസ്സിന് കുളിർമ കിട്ടാനും സമാധാനം കിട്ടാനുമുള്ള ഒരു അവസരമായി ഞങ്ങൾക്കിതിനെ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഇതിന് അവസരമൊരുക്കുന്ന ഇസ്ലാമിക് സെൻറ്ററിന് അതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, റഹ്മർ റാഹിമെ മനസ്സുകൊണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുകയും ദ്വായിരിക്കുകയും ചെയ്യുന്നവർ, അള്ളാഹു ഞങ്ങൾ അറിയുകയും അറിയാത്തയും ചെയ്യുന്ന ദീനിൻ്റെ ഒരുപാട് ഹാദിമീങ്ങൾ, എല്ലാവർക്കും റബ്ബേ നിൻ്റെ റഹ്മത്തും നിൻ്റെ ഫضലും നിൻ്റെ ഔദാര്യവും നിൻ്റെ സലാമത്തും എപ്പോഴും നൽകണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ കർമ്മങ്ങളിലും സ്വഭാവങ്ങളിലും ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു നിനക്ക് പൊരുത്തമുള്ളത് മാത്രം നൽകണേ റബ്ബേ. നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും സ്വഭാവ ഗുണങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ, സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾ, അള്ളാഹു യുവതലമുറ, വിദ്യാർത്ഥിനികൾ, ഞങ്ങളൊക്കെ റബ്ബേ നീ തർബിയത്ത് തസ്കിയത്ത് ചെയ്ത് നന്നാക്കിയെടുക്കണേ തമ്പുരാനെ. ഖൽബിനുള്ളിൽ റബ്ബേ നിന്നോടുള്ള മഹബ്ബത്ത് നിറക്കണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്, ഉലമാഇനോടുള്ള മഹബ്ബത്ത് അള്ളാഹു ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു തരണേ തമ്പുരാനെ. അർഹമർ റാഹിമേ, ഞങ്ങളുടെ ഈമാനെ ബലപ്പെടുത്തണേ റബ്ബേ.
ശക്തിമാനായ കവിയായ മച്ചീനായ അള്ളാഹുവേ, അള്ളാഹു ഞങ്ങളുടെ വിഷയങ്ങളിൽ നീ ഇടപെടണമേ റബ്ബേ. ഞങ്ങൾ ദുർബലരാണ് റബ്ബേ, നിൻ്റെ ഖുവ്വത്ത് കൊണ്ട് ഞങ്ങൾക്ക് ശക്തി പകരണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ ദുർബലരാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ ദുഅഫാ ഫഖവ്വിനാ ബിഖുവ്വതിക യാ മതീനു യാ ഖവിയ്യു യാ അല്ലാഹ്. അള്ളാഹു നിൻ്റെ ഖുവ്വത്ത് കൊണ്ട് ഞങ്ങൾക്ക് ശക്തി പകരണേ തമ്പുരാനെ. ആരോഗ്യം നൽകണേ റബ്ബേ, ആരോഗ്യം നിലനിർത്തണേ പടച്ചവനെ. പിഞ്ചു മക്കൾ, ഗർഭിണികളായ സഹോദരിമാർ, അള്ളാഹുവെ ഉമ്മമാർ, പെങ്ങന്മാർ, പ്രായമുള്ളവർ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, അള്ളാഹുവെ ഞങ്ങളെല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ അസുഖം വളരെ പെട്ടെന്ന് പരിപൂർണമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അങ്ങനെ ഒരു ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ, ഉമ്മമാർ, ഉപ്പമാർ, അസുഖമുള്ളവരുണ്ട്. അള്ളാഹുക്ക് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പതിറ്റാണ്ടുകളായുള്ള പ്രസിഡൻ്റാണ് ബഹുമാന്യരായ ബാബ ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അവർക്കും അവരുടെ ഭാര്യയ്ക്കും കുടുംബത്തിനൊക്കെ ഞങ്ങളെല്ലാവർക്കും നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, രോഗികളായി ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് പരിപൂർണമായി ശിഫ അള്ളാഹു നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ശരീരത്തിൻ്റെ ഏതെല്ലാം രോഗങ്ങളുണ്ടോ, പുറത്ത് പറയുന്നതും പറയാൻ മടിച്ചു പോകുന്നതുമായ അസുഖങ്ങളുണ്ടാവാം. അള്ളാഹു ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും അള്ളാഹുവെ എല്ലാവർക്കും പരിപൂർണമായ ശിഫ അള്ളാഹു ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് നീ നൽകണേ തമ്പുരാനെ. റഹ്മാനേ, നീ ഞങ്ങളുടെ ഖൽബ് വായിക്കാൻ കഴിയുന്നവനാണ് റബ്ബേ. ഞങ്ങളുടെ ഹാജാത്തുകളും മുറാദുകളും നിനക്കറിയുമല്ലോ റബ്ബേ, നീ സാധിപ്പിച്ചു തരണേ പടച്ചവനെ. ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്ത് ഈ വർഷം പുറപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഹജ്ജും ഉംറയും സിയാറത്തും പരിപൂർണമായും അള്ളാഹുവേ അമൽ ബാത്തിലാകുന്ന ഒരു കർമ്മവും സംഭവിക്കാതെ നല്ല നിലക്ക് ചെയ്തു വരാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എല്ലാവർക്കും അതിന് നീ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, വിവാഹങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനേ, പലതരത്തിലുള്ള കുടുംബ വിഷമങ്ങളിൽ അള്ളാഹുവെ മാനസികമായും കുടുംബപരമായ പല വിഷയങ്ങളിലും മനസ്സുകൊണ്ട് വിഷമിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ നീ പരിഹരിക്കണേ തമ്പുരാനെ. റഹ്മാനേ, സന്തോഷവും റാഹത്തും നിലനിർത്തണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ പടച്ചവനെ. കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് നീ പകരം ബറക്കത്ത് നൽകണേ റബ്ബേ. അള്ളാഹു ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു പോയ പല വിഷയങ്ങളുണ്ട് അള്ളാഹു, ഇതിലൊക്കെ നീ ഹൈർ കൊണ്ട് പരിഹാരം നൽകണമേ തമ്പുരാനെ. നമ്മുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ കടങ്ങൾ തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അള്ളാഹു അവരുടെ ജീവിതത്തിലൊക്കെ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ തമ്പുരാനെ. റഹ്മാനേ, ഞങ്ങൾക്ക് ഇൽമ് അമലിന് തൗഫീഖ് വർദ്ധിപ്പിക്കണമേ അള്ളാഹ്. നിന്നെക്കുറിച്ച് അറിയിച്ചു തരുന്ന, നിന്നെക്കുറിച്ച് പറഞ്ഞു തരുന്ന അള്ളാഹു, നിൻ്റെ ഖുർബിലേക്കും നിൻ്റെ ജനാബിലേക്കും ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഏതെല്ലാം മജ്ലിസുകളുണ്ടോ ആ മജ്ലിസുകളിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളെ ശിഥിലമാക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കമൻറ്റുകളും വാർത്തകളും ന്യൂസുകളും യൂട്യൂബുകളും ഇൻസ്റ്റഗ്രാമും അല്ലാത്തതുമായ ഫിത്നകൾ പറഞ്ഞു നടക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് റബ്ബേ ഞങ്ങൾ അകറ്റി നിർത്തി അമൽ സ്വാലിഹാത്ത് ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യാൻ ആ സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാനേ, ഞങ്ങളുടെ വളരെ വിലപ്പെട്ട സമയം അനാഥമായി പോകാതെ അള്ളാഹു നീ കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഒരു കുട്ടി മുഹമ്മദ് സിനാൻ BK എന്ന കുട്ടി വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന് പറഞ്ഞു റബ്ബേ. ആ കുട്ടിക്ക് സ്വർഗം നൽകണേ പടച്ചവനെ. അവരുടെ മാതാപിതാക്കൾ, അവരുടെ സിബ്ലിങ്സ്, അവർക്കൊക്കെ നീ മനസ്സമാധാനം നൽകണേ റബ്ബേ. സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ആ കുടുംബത്തിന് നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. റഹ്മാനേ, നാട്ടിൽ മഴ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ചില കെടുതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ. ഒരു ഫിത്നയും ഒരു വിഷമങ്ങളും പരീക്ഷണവുമാകാതെ റബ്ബേ നിൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. മഴ കൊണ്ട് ഞങ്ങൾക്കൊരു ഫിത്ന ഉണ്ടാവരുതേ റബ്ബേ. അള്ളാഹു, നാട്ടിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നിർണ്ണയിക്കപ്പെടുന്ന അതിൻ്റെ വോട്ടിൻ്റെ ഫലം വരാൻ പോകുന്ന സമയമാണ് അള്ളാഹുവെ. ഈ ഉമ്മത്തിന് ഖൈറാക്കി തരണേ പടച്ചവനെ. ഈ ഉമ്മത്തിനത് ഖൈറാക്കി തരണേ റബ്ബേ. ഈ ഉമ്മത്തിനത് ഖൈറാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മരണസമയത്ത് ഈമാൻ സലാമത്താക്കണേ അള്ളാഹ്. ഖബറിനെ വിശാലമാക്കി തരണേ റബ്ബേ. നാളെ നിൻ്റെ ലിഖാ കൊണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഹിസാബില്ലാതെയും ഹിസാബ് എളുപ്പമാക്കി തന്നുകൊണ്ടെങ്കിലും ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. بحق وجاه نبيك سيدنا محمد صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാ ആഴ്ചയും ഓർമ്മപ്പെടുത്തുന്നത് പോലെ എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് ശേഷം ഇതേ